നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 6th സെമസ്റ്ററിൽ വരുന്ന ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഡീപ്പ് ലേണിങ്ങിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ലെവലിലോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടെക്നോളജീസ്, അല്ലെങ്കിൽ ആ പറഞ്ഞ രീതിയിലുള്ള പ്രോഡക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൽ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പഠിച്ചു തുടങ്ങിയിട്ടാണ് നമുക്ക് ഇവിടെ എത്താൻ കഴിയുള്ളൂ. ഡീപ്പ് ലേണിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ് ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പേര് പോലെ തന്നെ നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഹ്യൂമൻ ബ്രെയിന് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് അതിൻ്റെ ആക്ടിവിറ്റീസ്, ഒരു ഡിസിഷൻ എടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നതാവട്ടെ, എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെയാണ്. സോ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ ഈവൻ നമ്മളൊരു കൈ അനക്കുന്നത് പോലും എന്താണ്, നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ബ്രെയിൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ ബ്രെയിൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു മെഷീനിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അത് വെച്ചിട്ട് പുതിയ ടെക്നോളജീസ് ഇവോൾവ് ചെയ്തെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ നമ്മൾ കണ്ടിട്ടുണ്ട്, റോബോട്ട്സൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള റോബോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ നിർബന്ധമായിട്ടും നമുക്ക് വേണ്ടി വരും. അതില്ലാതെ നമുക്ക് ആ തരത്തിലുള്ളൊരു ടെക്നോളജീസിനെ പറ്റിയിട്ട് ചിന്തിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് മിമിക്സ് ദ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഓർ ANN. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അതെന്താ ചെയ്യുന്നത്, നമ്മളുടെ ഹ്യൂമൻ ബ്രെയിന് ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് പോലെ എന്ന് പറയാനാണ് അത് മിമിക്സ് എന്ന് വേർഡ് യൂസ് ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ ബ്രെയിന് നമ്മളുടെ ഇൻഫോർമേഷൻസ് എങ്ങനെയാണോ പ്രോസസ്സ് ചെയ്യുന്നത് അതുപോലെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ANN എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് എന്ത്, ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വെരി ഗുഡ് അറ്റ് റിസോൾവിങ് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ദാറ്റ് കുഡ് ബി ഡിഫിക്കൾട്ട് ഫോർ ഹ്യൂമൻസ് ടു ഹാൻഡിൽ. അപ്പം നമ്മൾ എപ്പോഴും ഒരു ടെക്നോളജീനെ പറ്റി ചിന്തിക്കുന്നത് എപ്പോഴാണ്, നമുക്ക്, അതായത് ഹ്യൂമൻ ബീയിങ്സിന് ആ ഒരു കാര്യം നമുക്ക് വളരെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മളെപ്പോഴും ഒരു മെഷീനെ പറ്റി ചിന്തിക്കുക, അല്ലേ. ഇതിനു വേണ്ടി ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ എപ്പോഴും ഡിഫിക്കൾട്ടായിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ വളരെ നമുക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അത്തരത്തിലുള്ള പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനാണ് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആവട്ടെ, അത്തരത്തിലുള്ള ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ANN എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ടെക്നോളജീസ്, അതായത് ഇപ്പോൾ മെഷീൻ ലേണിങ്ങിലോട്ടൊക്കെ വരുന്ന സമയത്ത് സെൽഫായിട്ട് ലേൺ ചെയ്യുന്നതുകൊണ്ട്, അല്ല നമ്മൾ ഒരു ഹ്യൂമൻസ് ഒരു എഫേർട്ട് എടുത്ത് ഡേറ്റ സെറ്റ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ANN എന്ന് പറയുന്നത് എപ്പോഴും പെടുന്നത് ഏത് കാറ്റഗറിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലേണിംഗ് ആണ്. അതായത് നമുക്കതിന് എന്ത് കൊടുത്താൽ മതി, ഡേറ്റാസ് കൊടുത്താൽ മതി, അതെന്ത് ചെയ്തോളും, സെൽഫായിട്ട് ലേൺ ചെയ്ത്, അതായത് തനിയെ പഠിച്ച് എന്ത് ചെയ്യും, ആ ഒരു കാര്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആർക്ക് കഴിയും, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ടെക്നോളജീസിന് കഴിയും. അപ്പോൾ എത്രത്തോളം നമ്മൾ ഡേറ്റ കൊടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്ത് വരും, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിന് നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയും.
അപ്പോൾ കുറച്ച് ഇപ്പോൾ 100 ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ 100 ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും അത് തരിക. അല്ല, നമ്മളൊരു 1000 ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 100 ഡേറ്റ കൊടുത്തപ്പോൾ ഉള്ള പെർഫോമൻസിനേക്കാളും എത്രയോ ഇരട്ടി, അല്ലെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി തന്നെ നമുക്ക് പറയാം, അത്രയും നല്ല രീതിയിൽ പെർഫോമൻസ് അതിന് തരാൻ കഴിയും. അപ്പോൾ ഡേറ്റയുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ANN യൂസ് ചെയ്യുന്ന ടെക്നോളജീസിൻ്റെ പെർഫോമൻസും കൂടുതലായിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ വരുന്ന 3 ലെയറുകളെ പറ്റിയിട്ടാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 ലെയേഴ്സ് ആവശ്യമാണ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ? അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് നിർബന്ധമായിട്ടൊരു 3 ലെയർ വേണം. അതിൽ ഒന്നാമത്തെ ലെയറാണ് ഇൻപുട്ട് ലെയർ, രണ്ടാമത്തെ ലെയറാണ് ഹിഡൻ ലെയേഴ്സ്, മൂന്നാമത്തെ ലെയറാണ് ഔട്ട്പുട്ട് ലെയർ. ഈ 3 ലെയറുകൾ വെച്ചിട്ടാണ് ANN എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെയായിരിക്കും. ഒരു ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഒരു ഹിഡൻ ലെയർ ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ട് ലെയറിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ഡേറ്റാസ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഇൻപുട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഇൻപുട്ട് ലെയർ ആയിരിക്കും ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത്. ഹിഡൻ ലെയേഴ്സ് ആയിരിക്കും അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ലെയർ ആയിരിക്കും എന്തത് ചെയ്യുന്നത്, ഒന്നുകിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനെ വേണ്ട രീതിയിൽ പെർഫോമൻസ് മീൻസ് ആ ഒരു ആക്ഷനിലോട്ട് പോകുന്നത് ഔട്ട്പുട്ട് ലെയർ എന്നായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു നെറ്റ്വർക്കിലോട്ട് ഈ പറഞ്ഞ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഔട്ട്പുട്ട് ലെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് വേർ നെറ്റ്വർക്ക് റിസീവ്സ് ഇൻഫർമേഷൻ. അതായത് ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്ന ഒരു എൻഡാണ് അല്ലെങ്കിൽ ഒരു ലെയറാണ് എന്ത്, ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് റെക്കഗ്നീഷൻ ടാസ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കാം. അതായത് ഇന്നൊരു ഇമേജ് കാണിച്ചാൽ, ഇപ്പോൾ കാക്കനെ കാണിച്ചു കൊടുത്താൽ കാക്കയാണെന്ന് പറയണം, അല്ലെങ്കിൽ പൂച്ചേനെ കാണിച്ചു കൊടുത്താൽ ക്യാറ്റാണെന്ന് പറയണം. അങ്ങനെ ഇമേജിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ടാസ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്തായിരിക്കും ഉണ്ടാവുക? ഇൻപുട്ടായിട്ട് എന്താണ് വരിക? ഇൻപുട്ടായിട്ട് വരുന്നത് ഈ പറഞ്ഞ ഇമേജസ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഇമേജസിനെ നമ്മൾ ആ ഒരു നെറ്റ്വർക്കിലോട്ട് കൊടുക്കുന്നത് ഏതിലൂടെയാണ്? ഈ പറഞ്ഞ ഇൻപുട്ട് ലെയറിലൂടെ ആയിരിക്കും. അതേപോലെ അടുത്തതാണ് ഹിഡൻ ലെയേഴ്സ്. ഹിഡൻ ലെയേഴ്സ് ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് ലെയറിലൂടെ നമ്മൾ റിസീവ് ചെയ്യുന്ന ഡേറ്റ, ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതാരാണ്? അതിന് വേണ്ട ചിലപ്പോൾ ആ ഡേറ്റയിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്താലായിരിക്കുമല്ലോ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുക അല്ലേ? അപ്പം ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ആരായിരിക്കും? ഹിഡൻ ലെയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഹിഡൻ ലെയേഴ്സ് എവിടെ നിന്നാണ് അതിന് ഡേറ്റ കിട്ടുന്നത്? എവിടെ നിന്നാണ്? ഇൻപുട്ട് ലെയറിൽ നിന്നായിരിക്കും. ഇൻപുട്ട് ലെയറിൽ നിന്ന് ഹിഡൻ ലെയർ ഡേറ്റ എടുക്കുന്നു. ഈ ഡേറ്റേനെ എന്ത് ചെയ്യുന്നു? അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പാറ്റേണോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഡേറ്റകളിൽ നിന്നോ ഒക്കെ കമ്പയർ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് അതിനെന്താക്കി മാറ്റും? നമുക്ക് വേണ്ട ഒരു ഇൻഫോർമേഷൻ അതിൽ നിന്ന് എടുക്കും. അപ്പോൾ ദീസ് ലെയേഴ്സ് പ്രോസസ് ദ ഡേറ്റ റിസീവ്ഡ് ഫ്രം ദ ഇൻപുട്ട് ലെയർ. ദ മോർ ഹിഡൻ ലെയേഴ്സ് ദർ ആർ, the more complex patterns the network can learn and understand. Each hidden layer transforms the data into more abstract information. അപ്പോൾ ഓരോ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലും, അതായത് നമ്മൾ ചെയ്യുന്ന ടാസ്കിനനുസരിച്ച്, ഒരു ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ടാസ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിനുള്ള ഹിഡൻ ലെയേഴ്സ് ചിലപ്പോൾ 2 എണ്ണം മതിയോ? അല്ല, നമ്മൾ ഒന്നും കൂടി കോംപ്ലക്സ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞ AI ക്യാമറ പോലത്തെ ഒരു സിസ്റ്റത്തിനെ പറ്റി ചിന്തിക്കുക. അവിടെ എന്താണ് ഒന്നും കൂടി പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്നും കൂടി കോംപ്ലക്സ് ആണ്. അതായത് ഒരാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ നോക്കണം, ആ പറഞ്ഞ വേഗതയിൽ ഒരാൾ വരുമ്പോഴത്തേനും അയാളുടെ ആ സീറ്റ് ബെൽറ്റ് ക്യാപ്ചർ ചെയ്യണം അല്ലേ? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമേജിൽ നിന്നല്ല നമ്മൾ ഡേറ്റ എടുക്കുന്നത് അല്ലേ? അപ്പോൾ AI ക്യാമറ സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ അതൊന്നും കൂടി എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണം അവിടെ കൂടും, അവിടെ ചെയ്യുന്ന പ്രോസസ്സുകളുടെ എണ്ണം കൂടും, അപ്പോൾ ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ വെറുതെ ഒരു ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ടാസ്ക് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണം ആയിരിക്കില്ല ഈ പറഞ്ഞ AI ക്യാമറ ചെയ്യുന്ന സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ടാസ്കിനനുസരിച്ചും
ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചും എന്ത് മാറും, ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണത്തിലും വ്യത്യാസമുണ്ടാവും. അതേപോലെ അടുത്തതാണ് ഔട്ട്പുട്ട് ലെയർ. ഇതെന്തായിരിക്കും? ദിസ് ഈസ് വേർ ദ ഫൈനൽ ഡിസിഷൻ ഓർ പ്രഡിക്ഷൻ ഇസ് മെയ്ഡ്. അതാണ് ഈ പറഞ്ഞ ഇൻപുട്ട് ലെയറിൽ നമ്മൾ ഡേറ്റ കൊടുക്കുന്നു. ഹിഡൻ ലെയർ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കിട്ടിയ ഡേറ്റയെ വെച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് നടക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഈ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരില്ല. ഒരു സിസ്റ്റം ആകുമ്പോൾ ഈ നമുക്ക് കിട്ടുന്ന ഡേറ്റനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു തീരുമാനം പറയണം. അപ്പോൾ അത് ക്യാറ്റ് ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഇത് ക്യാറ്റാണ് നമ്മൾ കാണിച്ചു കൊടുത്തതെങ്കിൽ അത് ക്യാറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ ക്യാറ്റാണോ അല്ലെങ്കിൽ ഡോഗാണോ എന്ന് അവിടെ പറയാന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജിനെ വെച്ചിട്ട് അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് തരുന്നത് ആരാ? ഈ പറഞ്ഞ ഹിഡൻ ലെയർ ആണ്. ഈ ഹിഡൻ ലെയർ എന്ത് ചെയ്യും? ഇപ്പോൾ ക്യാറ്റിൻ്റെ ഫോട്ടോ കിട്ടിച്ചാൽ അതെന്ത് ചെയ്യും? അത് ക്യാറ്റാണെന്നുള്ള ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യും? ഔട്ട്പുട്ട് ലെയറിന് കൊടുക്കും. അപ്പോൾ ഈ ഒരു ലെയറാണ് നമ്മുടെ ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ പ്രഡിക്ഷൻ അവിടെ ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ ഔട്ട്പുട്ട് ലെയറാണ്. അതായത് ഈ ഇമേജിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഔട്ട്പുട്ട് ലെയറാണ് അതൊരു ക്യാറ്റാണോ ഡോഗാണോ എന്നുള്ള ഫൈനൽ ഡിസിഷൻ പുറത്തേക്ക് വിടുന്നത് ആരാണ്? ഔട്ട്പുട്ട് ലെയറാണ്. പക്ഷെ ഇത് കണ്ടുപിടിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ഹിഡൻ ലെയർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇൻപുട്ട് ലെയർ ഈ പറഞ്ഞ രീതിയിൽ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുന്നു. ഹിഡൻ ലെയറുകൾ ഇൻപുട്ട് ലെയറിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് വേണ്ട പ്രോസസ്സിംഗ് ഒക്കെ നടത്തി നമുക്ക് വേണ്ട ഡേറ്റ അബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ ആ കിട്ടിയ ഡേറ്റയെ ഔട്ട്പുട്ട് ലെയറിലോട്ട് കൊടുക്കുന്നു. ഔട്ട്പുട്ട് ലെയർ അതൊരു ഡിസിഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ആയിട്ടോ അതിൻ്റെ ഔട്ട്പുട്ട് ഏതൊരു ടൈപ്പിലോട്ടാണോ അതിലോട്ട് മാറ്റിയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു ANN ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട 3 ലെയറുകളാണ്: ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ഇനി ഈ പറഞ്ഞ രീതിയിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു സാധനമാണ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയാം. അപ്പം എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് എന്ത്? ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട സാധനം എന്താണ്? ന്യൂറോൺസ് ആണ്. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ജനറേറ്റ് ചെയ്യുന്നത്. So, artificial neural networks like the biological neural network in the human body have a layered architecture, and each network node can process input and forward output to other nodes in the network. അതായത് നമ്മൾ നമ്മുടെ ഹ്യൂമൻ ബോഡീസിലുള്ള ന്യൂറൽ നെറ്റ്വർക്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഇമേജസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു റിസീവിങ് എൻഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഔട്ട്പുട്ട് പാസ് ചെയ്യാൻ വേണ്ടി ഒരു എൻഡ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ 2 എൻഡുകൾ എപ്പോഴും മറ്റൊരു നെറ്റ്വർക്കിൻ്റെ നോഡിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ബോഡി മൊത്തം കണക്റ്റഡ് ആവുന്നത്. എങ്ങനെയാണ്? ഈ പറഞ്ഞ രീതിയിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് വെച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിനും കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഈ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതേ സംഭവം മിമിക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ നെറ്റ്വർക്ക് നോഡിനും എന്തുണ്ടാവും? അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഔട്ട്പുട്ടിനെ അടുത്തൊരു നെറ്റ്വർക്കിലോട്ട് ഫോർവേഡ് ചെയ്യാനും കഴിയണമെങ്കിൽ ഈ പറഞ്ഞ കണക്ഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ANNs are composed of artificial neurons arranged in input, hidden and output layers, employing a connectionless approach to computation. അതായത് ANN എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെ അറേഞ്ച് ചെയ്തേക്കാണ്. ഇങ്ങനെ ഇൻപുട്ട്, ഹിഡൻ, ഔട്ട്പുട്ട്. അടുത്തത് അതേപോലെ ഇൻപുട്ട്, ഹിഡൻ, ഔട്ട്പുട്ട്. അങ്ങനെ ആ ഒരു ലെയേഴ്സിനെ ഒരു സീരീസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലിസ്റ്റ് പോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ലിസ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിനെ കണക്ട് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി
ന്യൂറോൺസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക്സിലോട്ട് വരുമ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ മെഷീൻ ലേണിംഗ് മോഡൽസ് ദാറ്റ് മിമിക് ദ കോംപ്ലക്സ് ഫങ്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. But these models consist of interconnected nodes or neurons that process data, learn patterns, and enable tasks such as pattern recognition and decision making, etc. സോ അപ്പം ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി മെഷീൻ ലേണിംഗ് മോഡൽസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ഡേറ്റ നമ്മൾ അതിന് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ കഴിയും നമ്മൾ പറയില്ലേ. ഇപ്പം നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ അപ്പോൾ കുട്ടികൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നുവോ അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓരോ എക്സാമിനും പെർഫോം ചെയ്യാൻ കഴിയും അല്ലേ. പഠിക്കുന്നൊരു കുട്ടിയും പഠിക്കാത്തൊരു കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഈ പറഞ്ഞ എക്സാംസിൽ വരുന്ന മാർക്കിനനുസരിച്ചാണ്. അപ്പോൾ ഓരോ കുട്ടിയും പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കതിൻ്റെ മാർക്ക് കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ പറഞ്ഞ ടെക്നോളജീസിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ANN എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ എത്രത്തോളം ഡേറ്റ നമ്മൾ ആ ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് കൂടും. അപ്പോൾ എത്രത്തോളം അതിന് നോളജ് കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് അതിനെന്ത് ചെയ്യും, നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നന്നായിട്ട് ഒരു കാര്യം പെർഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം വരും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ കോംപ്ലക്സ് ഫങ്ഷൻസ് മിമിക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്? മെഷീൻ ലേണിംഗ് മോഡൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ രീതിയിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ ദീസ് മോഡൽസ് എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ നോഡുകൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ന്യൂറോൺസ് എന്ത് ചെയ്യും, ആ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള നോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോൺസ് എന്ന് പറയുന്നത് അല്ലേ. ആ ന്യൂറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പാറ്റേൺസിനെ ലേൺ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ടാസ്കുകൾ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇമേജിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡിസിഷനാണ് എടുക്കേണ്ടതെങ്കിൽ ഒരു തീരുമാനം നമ്മളവിടെ എടുക്കുന്നതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇത്രയും പ്രോസസ്സുകൾ പിന്നിൽ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻ എ ന്യൂറൽ നെറ്റ്വർക്കിൽ ഇൻപുട്ട് ഡേറ്റ ഈസ് പാസ്ഡ് ത്രൂ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഇൻക്ലൂഡിങ് വൺ ഓർ മോർ ഹിഡൻ ലെയേഴ്സ്. Each neuron in these hidden layers performs several operations, transforming the input into a usable output. അതായത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ന്യൂറൽ നെറ്റ്വർക്കിൽ നമ്മളുടെ ഇൻപുട്ട് ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ലെയർ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ കോംപ്ലക്സിറ്റിക്ക് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മൾട്ടിപ്പിൾ ലെയേഴ്സിലൂടെ നമ്മൾ കടത്തിവിടുന്നുണ്ട്. അങ്ങനെ കടത്തിവിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, നമുക്കവിടെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഡേറ്റയും നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറേ ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും, അതിൽ കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് വിടും. അപ്പോൾ ഓരോ ന്യൂറോണും, ഈ ഹിഡൻ ലെയറിലുള്ള ഓരോ ന്യൂറോണും പല തരത്തിലുള്ള ഓപ്പറേഷൻസാണ് പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇൻപുട്ടിനെ നമ്മൾക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഔട്ട്പുട്ടിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹിഡൻ ലെയേഴ്സിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള നോഡ്സ് വേണം. ആ നോഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നെറ്റ്വർക്ക് അവിടെ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ പറഞ്ഞ ഹ്യൂമൻ ന്യൂറോൺസ് ആണ് ഫസ്റ്റ് നമ്മൾ പിക്ചർ കാണിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ പിക്ചറിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻപുട്ട് റിസീവ് ചെയ്യുന്ന ഒരു എൻഡ് ഉണ്ടാവും, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ഔട്ട്പുട്ട് പാസ് ചെയ്യുന്ന ഒരു എൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്ത് പോകും. നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഇമേജാണ്. അപ്പോൾ രണ്ടാമത്തെ ഇമേജാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിലോട്ട് നമ്മളതിനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്കിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ഇൻപുട്ട് എൻഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ഔട്ട്പുട്ട് എൻഡ് ഉണ്ടാവും. നടുക്കിൽ എന്തുണ്ട്, ഈ പറഞ്ഞ ഹിഡൻ ലെയേഴ്സിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫങ്ഷൻസ് നമ്മളവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ലീനിയർ ഫംഗ്ഷൻ, ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പറഞ്ഞ രീതിയിൽ ഇൻപുട്ട് കുറേ ഇൻപുട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു സിസ്റ്റത്തിന് ചിലപ്പോൾ ഒരു ഇൻപുട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇൻപുട്ടിൻ്റെ എണ്ണം കൂട്ടാം.
അപ്പോൾ ഇൻപുട്ടുകൾക്ക് എണ്ണം കൂട്ടുന്നതനുസരിച്ച് ഈ ഇൻപുട്ടും ഈ ഹിഡൻ ലെയറും തമ്മിലുള്ള കണക്ഷൻസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വെയിറ്റേജും കൊടുത്തിട്ടുണ്ട്. ആ ഇൻഫോർമേഷൻ്റെ അതിൻ്റെ ഒരു അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിന് ആ ഒരു ഇൻഫോർമേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഇൻപുട്ടിന് എത്രമാത്രം ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് എത്രമാത്രം ആ റോൾ അതിലുണ്ട് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ടും ഹിഡൻ ലെയറും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഓരോ വെയിറ്റേജും കൊടുത്തിട്ടുണ്ട്. അതായത് ചില സമയത്ത് നമുക്ക് തോന്നും ഈ ഒരു ഡാറ്റ ഇല്ലാതെ നമുക്ക് ആ ഒരു സിസ്റ്റം പെർഫോം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റയ്ക്ക് എന്തായിരിക്കും, വെയിറ്റേജ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. ജസ്റ്റ് ഇത് W1 W2 W എന്ന കയ്യിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ വെയിറ്റേജ് ആണ്. ആ ഡേറ്റയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് ആണ് വരുന്നത്. 2 ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, ലീനിയർ ഫംഗ്ഷനും ആക്ടിവേഷൻ ഫംഗ്ഷനും, ഇതിന് ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഇതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ന്യൂറൽ നെറ്റ്വർക്കിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഒരു ഇമേജാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ കീ കമ്പോണൻസ് ആയിട്ട് വരുന്നത്? ഒരു ന്യൂറൽ നെറ്റ്വർക്ക് നമുക്കവിടെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്, അതാണ് പറയാൻ പോകുന്നത്. ന്യൂറോൺസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ദ ബേസിക് യൂണിറ്റ് ദാറ്റ് റിസീവ് ഇൻപുട്സ് ഈച്ച് ന്യൂറോൺ ഇസ് ഗവേൺഡ് ബൈ എ ത്രെഷോൾഡ് ആൻഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. അപ്പോൾ ന്യൂറോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് ആണ്. ഇൻപുട്ട് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ന്യൂറോൺസ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓരോ ന്യൂറോണിനും എന്തുണ്ട്, ഒരു ത്രെഷോൾഡ് വാല്യൂ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ പറയാം. കണക്ഷൻസ് ആണ് പിന്നെ വേണ്ടത്. അതായത് ന്യൂറോണുകളും അത് തമ്മിലുള്ള കണക്ഷൻസും, ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ്, ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും തമ്മിൽ കണക്റ്റഡ് ആയാലല്ലേ നമുക്ക് ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് ആ രീതിയിൽ പാസ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ കണക്ഷൻസ് അവിടെ വേണം. കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിങ്ക്സ് ബിറ്റ്വീൻ ന്യൂറോൺസ്. ന്യൂറോൺസുകൾ തമ്മിലുള്ള ആ ഒരു ലിങ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണക്ഷൻ എന്ന് പറയുന്നത്. ഈ കണക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയ്റ്റ്സ് ഉണ്ടായിരിക്കും, ബയാസസ് ഉണ്ടാവും, അതൊക്കെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്, ഈ പറഞ്ഞ കണക്ഷൻസ് ആണ്. ദെൻ അവിടെ വെയ്റ്റ്സ് ബയാസസ് 2 കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കണക്ഷൻ്റെ ഇൻഫ്ലുവൻസും ആ ഒരു കണക്ഷൻ്റെ സ്ട്രെങ്ത്തും ഡിറ്റർമൈൻ ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സാണ് വെയ്റ്റ്സും ബയാസസും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയ്റ്റ്സ് കൂടുതലാണെങ്കിൽ അതിനെന്തർത്ഥം, ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ വെയിറ്റേജ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്രൊപ്പഗേഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിസംസ് ദാറ്റ് ഹെൽപ്പ് പ്രോസസ് ആൻഡ് ട്രാൻസ്ഫർ ഡേറ്റ അക്രോസ് ദ ലെയേഴ്സ് ഓഫ് ന്യൂറോൺസിൻ്റെ ലെയേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഈ മെക്കാനിസംസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഈ പറഞ്ഞ പ്രൊപ്പഗേഷൻ ഫങ്ഷൻസ് ആണ്. അടുത്തതാണ് ലേണിംഗ് റൂൾ. അതായത് ദ മെത്തേഡ് ദാറ്റ് അഡ്ജസ്റ്റ് വെയിറ്റ് ആൻഡ് ബയാസസ് ഓവർ ടൈം ടു ഇംപ്രൂവ് ആക്യുറസി. അതായത് ഈ പറഞ്ഞൊരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അത് തരുന്ന ഔട്ട്പുട്ടിൻ്റെ ആക്യുറസി, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നമുക്ക് ആദ്യമേ കണക്ഷൻസ് ഇൻപുട്സ് ഉണ്ടാവുമല്ലോ, ഈ ഇൻപുട്സ് തമ്മിലുള്ള കണക്ഷൻസിന് ആ ലിങ്കിനെ എന്ത് ചെയ്യുന്നുണ്ട്, വെയ്റ്റ്സും ബയാസസും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വെയ്റ്റ്സും ബയാസസും ചേഞ്ചസ് വരുത്തുക. ചിലപ്പോൾ ആദ്യം നമ്മളൊരു ഇൻഫോർമേഷന് വെയിറ്റേജ് കൊടുത്തത് ചിലപ്പോൾ 2 ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ വല്ലാതെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അതിന് നന്നായിട്ട് അതിനൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ വെയ്റ്റ്സ് മാറ്റി കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, കുറയ്ക്കേണ്ടത് ചിലപ്പോൾ കുറയ്ക്കാം, ചിലപ്പോൾ കൂട്ടേണ്ടതാണെങ്കിൽ കൂട്ടാം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ വെയ്റ്റ്സ് ആൻഡ് ബയാസസ് ചെയ്യുന്നത് ആരാണ്, ലേണിംഗ് റൂളാണ്. ഈ ലേണിംഗ് റൂൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കറക്റ്റ് അല്ലേ. അപ്പോൾ ഈ ലേണിംഗ് റൂളാണ് ആക്ച്വലി ഇതിൻ്റെ ആക്യുറസി കൂട്ടാനും മറ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ലേണിംഗ് റൂളാണ്. അടുത്ത ഒരു ടോപ്പിക്കാണ് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. സോ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറുകളുണ്ട് ഒരുപാട്.
അതായത് ഈ പറഞ്ഞ ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയറിനെയൊക്കെ പല തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള ആർക്കിടെക്ചറിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ് എന്ത് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. സോ പെർസെപ്ട്രോൺ ഈസ് ടൈപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് that performs binary classification that maps input features into an output decision, usually classifying data into one of two categories such as 0 or 1. അതായത് ഈ പെർസെപ്ട്രോൺ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ വെച്ചിട്ട് ആക്ച്വലി അവിടെ ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ കുറേ ഇൻപുട്ട് കൊടുക്കും, എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് അതിനൊരു പ്രഡിക്ഷനോ ഡിസിഷനോ ഒക്കെ ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ രീതിയിൽ ബൈനറി ക്ലാസിഫിക്കേഷൻ പെർഫോം ചെയ്യുക, അതായത് നമ്മളുടെ കയ്യിലുള്ള ഇൻപുട്ട് ഫീച്ചേഴ്സിനെ ഒരു ഔട്ട്പുട്ട് ഡിസിഷൻ ആക്കിയിട്ട് മാറ്റാം. അതായത് ഇതിൽ ഈ പെർസെപ്ട്രോൺ ആർക്കിടെക്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആകെ ഒരു സിംഗിൾ ലെയർ ഓഫ് ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻപുട്ടിനെ എന്താക്കി മാറ്റും, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചറാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെർസെപ്ട്രോൺ എന്താണ്, ആകെ ഒരു ഇൻപുട്ട് ലെയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് തന്നെ ഔട്ട്പുട്ട് നോഡ്സിലേക്ക് ഫുള്ളി കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു ഇൻപുട്ട് നോഡ് തന്നെ 2 ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഫുള്ളി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് തന്നെ 2 കണക്റ്റഡ് ആയിരിക്കും. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അങ്ങനെ പറയുന്ന തരത്തിലുള്ള ഒരു ഔട്ട്പുട്ടുകൾ ജനറേറ്റ് ചെയ്യുന്ന ആർക്കിടെക്ചറാണ് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർലി സെപ്പറബിൾ ആയിട്ടുള്ള പാറ്റേൺസിലാണ്. അതായത് ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റണം, കറക്റ്റായിട്ട് സിമിലറായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഉള്ള ലീനിയർലി സെപ്പറബിൾ പാറ്റേൺസിലാണ് ഇത് നോർമലി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് യൂട്ടിലൈസസ് എ വേരിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് കോൾഡ് ത്രെഷോൾഡ് ലോജിക് യൂണിറ്റ്സ്. അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ത്രെഷോൾഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പെർസെപ്ട്രോൺ എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ആണുള്ളത്. ഒരു സിംഗിൾ ലെയർ പെർസെപ്ട്രോണും മൾട്ടി ലെയർ പെർസെപ്ട്രോണും. അതിൽ സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പെർസെപ്ട്രോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അതേപോലെ തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ ആർക്കിടെക്ചറാണ് സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാങ്ക് റോസൻബ്ലാറ്റ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത്. അതേപോലെ തന്നെ എപ്പോഴാണ്, 1958 ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പെർസെപ്ട്രോൺ ഈസ് ഓൾസോ നോൺ ആസ് ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. അങ്ങനെ തന്നെയാണ് അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീടാണ് അതിൽ കുറേ അപ്ഡേഷൻസ് വരുത്തിയതും അല്ലെങ്കിൽ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ആർക്കിടെക്ചേഴ്സൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സോ perceptron is mainly used to compute the logic gate like AND, OR, NOR, which has a binary input and binary output. അതായത് ഈ തരത്തിലുള്ള ലോജിക് ഗേറ്റ്സുകളെ കമ്പ്യൂട്ട് ചെയ്യുക, അതെന്ന് പറയുന്ന ഡേറ്റാസിനെ ഹാൻഡിൽ ചെയ്യുക, അങ്ങനെ അത്തരത്തിൽ അതാണ് 0, 1 നമ്മൾ നേരത്തെ പറയാനുള്ള കാരണം. അത്തരത്തിലുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാനാണ് ഈ പറഞ്ഞ സിംഗിൾ ലെയർ പെർസെപ്ട്രോൺസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നതും ബൈനറി ആയിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ബൈനറി ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ലോജിക് ഗേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ ഈസ് ഇൻസ്പയർഡ് ബൈ ബയോളജിക്കൽ ന്യൂറോൺസ് ആൻഡ് ദയർ എബിലിറ്റി ടു പ്രോസസ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ പറഞ്ഞ സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്, നമ്മളുടെ ബയോളജിക്കൽ ന്യൂറോൺസ് എന്നാണ്. അപ്പം അതിനെ ഈ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു എബിലിറ്റീനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പെർസെപ്ട്രോൺസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലോട്ട് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെർസെപ്ട്രോണിൻ്റെ മെയിൻ ഫങ്ഷണാലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് ഫ്രം ഇൻപുട്ട് ലെയർ. ഇൻപുട്ട് ലെയറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ട് എടുക്കും, വെയ്റ്റ് ദം അപ്പ് ആൻഡ് സബ്മിറ്റ് അപ്പ്. അതായത് നമ്മൾ ആദ്യം അതിനൊരു വെയിറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് വെയിറ്റേജ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ ഇൻഫോർമേഷൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ സ്ട്രെങ്ത്തും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റേജസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ സബ്മിറ്റ് അപ്പ്, നമ്മൾ ആക്ടിവേഷൻ ഫങ്ഷൻ, സബ്മിഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സബ്മിറ്റ് അപ്പ്
ആൻഡ് പാസ് ദ സം ടു ദ നോൺ ലീനിയർ ഫംഗ്ഷൻ ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ആദ്യം ഇൻപുട്ട് എടുക്കും, ഈ ഇൻപുട്ടിനൊക്കെ വെയിറ്റേജ് കൊടുക്കും, ഈ വെയിറ്റേജ് കൊടുത്തിട്ട് അതിനെയൊക്കെ സം ചെയ്യും, അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഔട്ട്പുട്ട് ലെയറിലോട്ട് കൊടുക്കും. അതായത് അതിൽ നിന്ന് നമ്മളൊരു ഇൻഫോർമേഷൻ എബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവും, ആ ഇൻഫോർമേഷൻ എടുത്തിട്ട് ആർക്ക് കൊടുക്കും, ഔട്ട്പുട്ട് ലെയറിന് കൊടുക്കും. അപ്പോൾ ഔട്ട്പുട്ട് ലെയർ എന്ത് ചെയ്യും, അത് ഈ അത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് അവിടെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ടാസ്ക് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡെസിഷൻ അവിടെ എടുക്കും. അപ്പോൾ ഇതാണ് സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻപുട്ട് ലെയർ ഇൻപുട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു ഹിഡൻ ഒരു സിംഗിൾ ലെയർ ഉണ്ടാവും, ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലെയർ ഉണ്ടായിരിക്കും. അപ്പോൾ സിംഗിൾ ഇൻപുട്ട് ഹിഡൻ ഔട്ട്പുട്ട് ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഒന്നും കൂടി ഒരു ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഫിഗറാണിത്. ഇൻപുട്ട് ലെയേഴ്സ് ഉണ്ടാവും, ഇതേപോലെ തന്നെ ഇൻപുട്ട് വെയ്റ്റ്സ് ഉണ്ടാവും, നടുക്കിലായിട്ട് നടുക്കിൽ മീൻസ് ഹിഡൻ ലെയറിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു സമ്മിങ് ഫംഗ്ഷൻ ഉണ്ടാവും. ഈ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഹിയർ ആക്ടിവേഷൻ ഫങ്ഷൻസ് ക്യാൻ ബി എനിത്തിങ് ലൈക്ക്, ഒരുപാട് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ട്. അതായത് സിഗ്മോയിഡ്, ടാനറി, RELU എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ടാസ്കിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾക്കുള്ള പ്രോബ്ലത്തിനനുസരിച്ച് ഈ പറഞ്ഞ ഫങ്ഷൻസ് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മളുടെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട്. സോ വി വിൽ ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷൻ ടു പ്രൊഡ്യൂസ് ദ ബെറ്റർ റിസൾട്ട്. അപ്പോൾ ഈ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരും സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ. മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഫുള്ളി കണക്റ്റഡ് ഡെൻസ് ലെയേഴ്സ് ദാറ്റ് പെർഫോംസ് ഇൻപുട്ട് ഡേറ്റ ഫ്രം വൺ ഡയമെൻഷൻ ടു അനദർ. അവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ പേര് പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ലെയർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻപുട്ട് ലെയർ ഓർ മോർ ഹിഡൻ ലെയേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് ലെയർ. അപ്പോൾ അതിനാകെ ഒരു ഇൻപുട്ട് ലെയർ, ഒരു ഔട്ട്പുട്ട് ലെയർ. പക്ഷേ ഹിഡൻ ലെയേഴ്സ് എന്തായിരിക്കും, മോർ ദാൻ വൺ ആയിരിക്കും. ഒരുപാട് ഹിഡൻ ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ഹിഡൻ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയാൻ കാരണം. സിംഗിൾ ലെയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു ഇൻപുട്ട് ലെയറും ഒരു ഹിഡൻ ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറേ ഉള്ളൂ. പക്ഷേ മൾട്ടി ലെയറിലോട്ട് വരുമ്പോഴോ ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മോർ ദാൻ വൺ ഹിഡൻ ലെയേഴ്സുമാണുള്ളത്. ദ പർപ്പസ് ഓഫ് എൻ MLP ഈസ് ടു മോഡൽ കോംപ്ലക്സ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. അപ്പോൾ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കോംപ്ലക്സ് റിലേഷൻഷിപ്പുകളെ മോഡൽ ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കൂട്ടുക തുടങ്ങിയിട്ടുള്ള പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗോൾ ഓഫ് ട്രെയിനിങ് ആൻഡ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്, അതായത് മൾട്ടി ലെയർ ഏതൊരു സാധനമാണെങ്കിൽ നമുക്ക് അതിന് ട്രെയിനിങ് കൊടുക്കണം അല്ലേ. ആ ട്രെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ രീതിയിൽ സിസ്റ്റംസ് പെർഫോം ചെയ്യുന്നത്. The goal of training an MLP is to minimize the loss function by adjusting the network's weights and biases. This is achieved through backpropagation. അപ്പോൾ ഈ MLPയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് തരത്തിലാണ് ട്രെയിനിങ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു മിനിമൈസ് ദ ലോസ് ഫങ്ഷൻ. ലോസ് ഫങ്ഷനെ മിനിമൈസ് ചെയ്യുക. എങ്ങനെ, നമ്മളുടെ ആ ഫിഗറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും വെയ്റ്റ്സ്, ബയാസസ് എന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വെയ്റ്റ്സും ബയാസസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോസ് ഫങ്ഷൻ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. ലോസ് ഫങ്ഷൻ്റെ വാല്യൂ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ മൾട്ടി ലെയർ പെർസെപ്ട്രോണിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെയാണ്. അതായത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് വഴി പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് തോന്നി, അല്ല ഈ പറഞ്ഞ ഡേറ്റാസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അത്തരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ടു ബാക്ക് അല്ലേ, നമുക്ക് ബാക്കിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് വീണ്ടും പോയിട്ട് അതിൻ്റെ വെയ്റ്റ്സും ബയസസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് വന്ന് വീണ്ടും നമുക്ക് കറക്ഷൻസ് വരുത്തിയിട്ട് വീണ്ടും ആ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക,
ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ ആ ബാക്ക് പ്രൊപ്പഗേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, MLPയിൽ നമ്മൾ ലോസ് ഫങ്ഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞ വെയ്റ്റ്സും ബയാസസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോണിൻ്റെ ജസ്റ്റ് ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻപുട്സ് നമ്മൾ ഇൻപുട്ട് ലെയറിലേക്ക് കൊടുക്കുന്നു, വീണ്ടും ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും, ഔട്ട്പുട്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിലൊന്നും വ്യത്യാസമില്ല, പക്ഷേ ഹിഡൻ ലെയേഴ്സിൻ്റെ കൗണ്ടിലായിരിക്കും എന്തുണ്ടാവുക, വ്യത്യാസം ഉണ്ടാവുക. ഇനി എന്തൊക്കെയാണ് MLPയുടെ കമ്പോണൻസ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. കമ്പോണൻസ് ഓഫ് MLP. കമ്പോണൻസ് ആയിട്ട് വരുന്നത് ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ഈ പറഞ്ഞ ഫിഗറിലോ അതിൻ്റെ ആർക്കിടെക്ചറിലോ വ്യത്യാസമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിഡൻ ലെയേഴ്സിൻ്റെ കൗണ്ടിലാണ് എന്ത് വരുന്നത്, വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇൻപുട്ട് ലെയർ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ന്യൂറോൺസ് ഉണ്ടായിരിക്കും അല്ലേ. ഈച്ച് ന്യൂറോൺ അല്ലെങ്കിൽ നോഡ് ഇൻ ദിസ് ലെയർ കറസ്പോണ്ട്സ് ടു ആൻ ഇൻപുട്ട് ഫീച്ചർ. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ഹാവ് 3 ഇൻപുട്ട് ഫീച്ചേഴ്സ്, ദ ഇൻപുട്ട് ലെയർ വിൽ ഹാവ് 3 ന്യൂറോൺസ്. ഓക്കെ, അപ്പോൾ അതിലുള്ള ഇൻപുട്ട് ലെയറിൽ എന്തുണ്ട്, നമ്മുടെ ഒരു ന്യൂറോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ന്യൂറോൺസ് അല്ലെങ്കിൽ നോഡ്സ്. അപ്പോൾ ഈ ലെയർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾക്ക് ആ ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ട ഫീച്ചറുകളെയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പോൾ 3 ഇൻപുട്ട് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ലെയറിന് 3 ന്യൂറോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഹിഡൻ ലെയേഴ്സിലോട്ട് വരുമ്പോൾ MLP ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ് വിത്ത് ഈച്ച് ലെയർ കണ്ടെയ്നിങ് എനി നമ്പർ ഓഫ് നോട്ട്സ്. ദീസ് ലെയേഴ്സ് പ്രോസസ് ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ ഇൻപുട്ട് ലെയർ. സോ ഇൻപുട്ട് ലെയറിൽ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ഈ ഇൻഫർമേഷനാണ് ആർക്ക് കിട്ടുന്നത്, ഹിഡൻ ലെയേഴ്സിലോട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഹിഡൻ ലെയേഴ്സിൽ എന്താണ്ട് ഇഷ്ടം പോലെ ഹിഡൻ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതായത് അതിന് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് നമ്പർ ഒന്നുമില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഹിഡൻ ലെയേഴ്സിലെ നമ്പറിൽ വ്യത്യാസം വരുത്താം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻപുട്ട് ലെയറിൽ നിന്നാണ് ഇൻഫോർമേഷൻസ് എടുക്കുന്നു, ആ കിട്ടിയ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. ഇതാണ് ഹിഡൻ ലെയേഴ്സിൽ ചെയ്യുന്നത്. ഇനി ഔട്ട്പുട്ട് ലെയറിൽ എന്താ വരുന്നത്, ദ ഔട്ട്പുട്ട് ലെയർ ജനറേറ്റ്സ് ദ ഫൈനൽ പ്രഡിക്ഷൻ ഓർ റിസൾട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ലെയറാണ് ഈ ഹിഡൻ ലെയേഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രഡിക്ഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ലെയറാണ്. If there are multiple outputs, the output layer will have a corresponding number of neurons. അപ്പോൾ നമുക്ക് എത്ര ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അവിടെ എത്ര ഔട്ട്പുട്ട്സ് വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഔട്ട്പുട്ട് ലെയറുകളുടെ എണ്ണമുള്ളത്, അല്ലെങ്കിൽ അതിൽ വരുന്ന ന്യൂറോൺസിൻ്റെ കൗണ്ട് ഉള്ളത്. അപ്പോൾ എവറി കണക്ഷൻ ഇൻ ദ ഡയഗ്രാം ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് ദ ഫുള്ളി കണക്റ്റഡ് നേച്ചർ ഓഫ് എൻ MLP. അതായത് ഇതിൽ വരുന്ന ഓരോ കണക്ഷനും, ഈ ഒരു പർട്ടിക്കുലർ ഡയഗ്രത്തിൽ വരുന്ന ഓരോ കണക്ഷനും റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൽ ഓരോ ഫീച്ചറുകളും എന്താണ്, പരസ്പരം ഫുള്ളി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഫുള്ളി കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് തമ്മിലുള്ള കണക്ഷൻസ് വെച്ചിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. സോ ദിസ് മീൻസ് ദാറ്റ് എവറി നോഡ് ഇൻ വൺ ലെയർ കണക്ട്സ് ടു എവറി നോഡ് ഇൻ ദ നെക്സ്റ്റ് ലെയർ. അപ്പോൾ ഒരു ലെയറിലുള്ള എല്ലാ നോഡുകളും, ഹിഡൻ ലെയേഴ്സിലാണെങ്കിൽ ഇപ്പോൾ ഇൻപുട്ട് ലെയറും ഹിഡൻ ലെയറും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ലെയറിലുള്ള എല്ലാ നോഡ്സും ഹിഡൻ ലെയറിലുള്ള എല്ലാ നോഡ്സിലോട്ടും എന്താണ്, കണക്ഷൻസ് ഉണ്ട്. So as the data moves through the network, each layer transforms it until the final output is generated in the output layer. അപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, നെറ്റ്വർക്കിലൂടെയാണ് ഡേറ്റ മൂവ് ചെയ്യുന്നത്. അതായത് ഓരോ ലെയറുകളും തമ്മിൽ ഫുള്ളി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലും ഡേറ്റ നമുക്ക് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ ഫുള്ളി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്കത് ഈസിലി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് വേഴ്സറ്റാലിറ്റിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ വേഴ്സാറ്റിലിറ്റി. ഓക്കെ, അപ്പോൾ MLPs ക്യാൻ ബി അപ്ലൈഡ് ടു എ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ്. നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ പറഞ്ഞ ANN ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡീപ്പ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും.
സോ ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, വേഴ്സാറ്റിലിറ്റി എന്ന് പറയുന്നൊരു ഫീച്ചർ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്താണ് അതിൻ്റെ നോൺ ലീനിയാരിറ്റി. അതായത് നമുക്ക് ഈ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലക്സ് ആയിട്ടും അതേപോലെ തന്നെ നോൺ ലീനിയർ റിലേഷൻഷിപ്സിനുള്ള ഡേറ്റയിൽ വരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മോഡൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു മോഡൽ കോംപ്ലക്സ് ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്സ് ഇൻ ഡേറ്റ അത് നമുക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് അതിന് നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നൊരു ഫീച്ചർ നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് പാരലൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് GPUs നമുക്ക് MLPs ക്യാൻ ബി ട്രെയിൻഡ് ക്വിക്കലി ബൈ ടാക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് പാരലൽ കമ്പ്യൂട്ടിങ്. നമുക്ക് പാരലലി എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ GPUവിൻ്റെ ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിലാണ് നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പാരലൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കമ്പ്യൂട്ടേഷനലി എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. സോ ഇതെന്താ വെച്ചാൽ MLP ക്യാൻ ബി സ്ലോ ടു ട്രെയിൻ എസ്പെഷ്യലി ഓൺ ലാർജ് ഡേറ്റാ സെറ്റ്സ് വിത്ത് മെനി ലെയേഴ്സ്, ഒരുപാട് ലെയേഴ്സും അതേപോലെ തന്നെ ഡേറ്റാ സെറ്റ്സ് കുറച്ച് ലാർജറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താവും, കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ പ്രോൺ ടു ഓവർ ഫിറ്റിംഗ്, അതായത് വിത്തൗട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അതിന് റെഗുലറൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ ക്യാൻ ഓവർ ഫിറ്റ് ദ ട്രെയിനിങ് ഡേറ്റ ലീഡിങ് ടു പുവർ ജനറലൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഓവർ ഫിറ്റിംഗ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പ്രോൺ ടു ഓവർ ഫിറ്റിംഗ് ആണ്. അതേപോലെ തന്നെ സെൻസിറ്റിവിറ്റി ടു ഡേറ്റ സ്കെയിലിംഗ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ്. ബിക്കോസ് നമുക്ക് ഈ MLPസിനൊക്കെ എന്ത് വേണം, റിക്വയർ പ്രോപ്പർലി നോർമലൈസ്ഡ് ഓർ സ്കെയിൽഡ് ഡേറ്റ ഫോർ ഒപ്റ്റിമൽ പെർഫോമൻസ്. കൃത്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമൽ പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ എന്തായിരിക്കണം, നോർമലൈസ്ഡ് ആയിരിക്കണം, അതേപോലെ തന്നെ സ്കെയിൽഡ് ഡേറ്റ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ സ്കെയിലിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട് അതിൻ്റെ റിസൾട്ടിനെ. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് MLP. അപ്ലിക്കേഷൻസ് ഓഫ് MLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമേജ് റെക്കഗ്നീഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതേപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ആൻഡ് ബയോമെഡിസിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോണോമസ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ രീതിയിൽ MLPs യൂസ് ചെയ്യാറുണ്ട്. അടുത്തൊരു ടോപ്പിക്സ് വരുന്നത് ഈ പറഞ്ഞ പലതരത്തിലുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻ എ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് എ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ അപ്ലൈഡ് ടു ദ ഔട്ട്പുട്ട് ഓഫ് എ ന്യൂറോൺ. ഇപ്പോൾ ഈ ന്യൂറോണിൽ നിന്ന് വരുന്ന, അതായത് ഇപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് കണക്റ്റഡ് ആയിരിക്കുമല്ലോ, അത്തരത്തിൽ ഒരു ന്യൂറോണിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസസ് നോൺ ലീനിയാരിറ്റി, അതേപോലെ തന്നെ എനേബിളിംഗ് ദ മോഡൽ ടു ലേൺ ആൻഡ് റെപ്രസെൻറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാ പാറ്റേൺസ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോൺ ലീനിയാരിറ്റി കൊണ്ടുവരാനും അതേപോലെ തന്നെ നമ്മുടെ മോഡലിനെ എന്ത് ചെയ്യണം, ലേൺ ചെയ്യണം, മോഡലിന് ലേൺ ചെയ്യണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാ പാറ്റേൺസിനെ റെപ്രസെൻറ്റ് ചെയ്യാനും അതിനെ ലേൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഇറ്റ് ഈവൻ എ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് വുഡ് ബിഹേവ് ലൈക്ക് എ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ആക്ടിവേഷൻ ഫങ്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലായിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ആക്ടിവേഷൻ ഫങ്ഷനും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് ഈ പറഞ്ഞ ANN ആയിക്കോട്ടെ അല്ലെങ്കിൽ MLPയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ടിവേഷൻ ഫങ്ഷൻസ് വേണം. So, activation functions decide whether a neuron should be activated based on the weighted sum of inputs and bias term. They also make propagation possible by providing gradients for weight updates. അതായത് ഈ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഡിസൈഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കും, ന്യൂറോൺ ഷുഡ് ബി ആക്ടിവേറ്റഡ് ആയിരിക്കണം. എന്തിനെ ബേസ് ചെയ്തിട്ട്, നമ്മളുടെ ഇൻപുട്സിൻ്റെയും അതേപോലെ തന്നെ ബയാസിൻ്റെയും ഒക്കെ വെയ്റ്റഡ് സം എടുത്തിട്ടാണ് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ദേ ഓൾസോ മേക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ പോസിബിൾ ബൈ പ്രൊവൈഡിങ് ഗ്രേഡിയൻസ് ഫോർ വെയ്റ്റ് അപ്ഡേറ്റ്സ്. അതേപോലെ തന്നെ വെയ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് പ്രൊപ്പഗേഷനും അവിടെ പോസിബിൾ ആവുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ ആക്ടിവേഷൻ ഫങ്ഷൻസിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. സോ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഇൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇൻപുട്സ് ഉണ്ടാവും, ഓരോ ഇൻപുട്സിനും വെയ്റ്റ്സ് ഉണ്ടാവും. ദെൻ അതിൽ ആക്ടിവേഷൻ ഫങ്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ഔട്ട്പുട്ട് അവിടെ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെയ്റ്റഡ് സം ഓഫ് അതാണ് സിഗ്മ ഇട്ടിട്ട് എഴുതിയിട്ടുള്ളത് WIXI പ്ലസ് ബയാസ്. വെയ്റ്റഡ് സമ്മും ആ ഇൻപുട്ട് പ്ലസ് ബയാസ് അതിൻ്റെയൊക്കെ ടോട്ടൽ സം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവേഷൻ ഫംഗ്ഷനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്, അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വെയ്റ്റ്സിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ ആക്ടിവേഷൻ ഫങ്ഷൻസിൻ്റെ ഔട്ട്പുട്ട് നോക്കിയിട്ടാണ്. അതേപോലെ അടുത്തതാണ് ഫസ്റ്റ് ആക്ടിവേഷൻ ഫങ്ഷൻസിൽ വരുന്നതാണ് സിഗ്മോയിഡ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ ആക്ടിവേഷൻ ഫങ്ഷൻസിന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ് സിഗ്മോയിഡ് ഫങ്ഷൻ. അപ്പോൾ സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ എസ് എന്ന് പറയുന്ന ഒരു ഷേപ്പിലാണ് നമ്മളതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1/1 പ്ലസ് e⁻⁻x വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫോർമുല എൻഷുർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രേഡിയൻറ്റ് ബേസ്ഡ് ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് അലോസ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ടു ഹാൻഡിൽ ആൻഡ് മോഡൽ കോംപ്ലക്സ് പാറ്റേൺസ് ദാറ്റ് ലീനിയർ ഇക്വേഷൻസ് ക്യാനോട്ട്. നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഒന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസിനെ ഹാൻഡിൽ ചെയ്യാനാണ് ഈ പറഞ്ഞ സിഗ്മോയിഡ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് റേഞ്ച് ചെയ്യുന്നത് 0 and 1 അതേപോലെ തന്നെ ബൈനറി ക്ലാസിഫിക്കേഷനാണ് കുറച്ചും കൂടി നമുക്കത് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുക. ദ ഫംഗ്ഷൻ എക്സിബിറ്റ്സ് എ സ്റ്റീപ്പ് ഗ്രേഡിയൻറ്റ് വെൻ എക്സ് വാല്യൂസ് ആർ ബിറ്റ്വീൻ -2 and 2. ഇതിൻ്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, എക്സിബിറ്റ് ചെയ്യും, ഒരു സ്റ്റീപ്പ് ഗ്രേഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സിലോട്ട് പോകും. ഓക്കെ, അല്ല 0-ൻ്റെയും 1-ൻ്റെയും ആ ഒരു റേഞ്ചിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വരുന്നത് ഏകദേശം ഇങ്ങനെയാണ്. അപ്പോൾ ദിസ് സെൻസിറ്റിവിറ്റി മീൻസ് ദാറ്റ് സ്മോൾ ചേഞ്ചസ് ഇൻ ഇൻപുട്ട് എക്സ് ക്യാൻ കോസ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് വൈ വിച്ച് ഇസ് ക്രിറ്റിക്കൽ ഡ്യൂറിങ് ദ ട്രെയിനിങ് പ്രോസസ്സ്. അപ്പോൾ ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതേപോലെ അത് എവിടെ ബാധിക്കും, നമ്മുടെ ഔട്ട്പുട്ടിലും ചേഞ്ചസ് കറസ്പോണ്ടിങ് ആയിട്ട് വരുത്തുമെന്നാണ്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മുടെ സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്മൂത്ത് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ്, നോൺ ലീനിയർ ആണ്, ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത് 0 and 1 ബിറ്റ്വീനാണ് വരുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാനിഷിംഗ് ഗ്രേഡിയൻ പ്രോബ്ലം. അതേപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ ഇൻപുട്ട് ഈസ് വെരി ലാർജ് ഓർ സ്മോളോ ആയിക്കോട്ടെ, ഗ്രേഡിയൻസ് ബിക്കം എക്സ്ട്രീംലി എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇറ്റ് സ്ലോയിങ് ഡൗൺ ദ മോഡൽസ്, ട്രെയിനിങ് പ്രോസസ്സൊക്കെ സ്ലോ ഡൗൺ ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റോപ്പ് ലേണിംഗ് ഓൾ ടുഗെദർ, എല്ലാത്തിനും ഒരുമിച്ച് ലേൺ ചെയ്യാനുള്ളതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കോസായിട്ട് അവിടെ മാറും. സോ അങ്ങനെ ഒരു പ്രോബ്ലം തന്നെ ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് വെരി സ്മോളോ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോളായി മാറും. അപ്പോൾ ഈ പറഞ്ഞ ട്രെയിനിങ് പ്രോസസ്സിനൊക്കെ അത് ബാധിക്കും. പിന്നെ നോൺ സെൻറ്റേർഡ് അറൗണ്ട് 0, അതായത് ഔട്ട്പുട്ട്സ് ബിറ്റ്വീൻ 0 and 1 എന്നാണ് നമ്മൾ പറയാം. മേ കോസ് ഇൻ എഫിഷ്യൻസീസ് ഇൻ എ വെയിറ്റ് അപ്ഡേറ്റ്സ് ഡ്യൂറിങ് ട്രെയിനിങ്. അപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ വരുന്നത് കാരണം വെയ്റ്റ്സിന് അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാഡ്ലി എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന യൂസ് കേസസ് ഓഫൻ അപ്ലൈഡ് ഇൻ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാറുണ്ട്, പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ടാസ്കിൽ യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഈ ഏരിയാസിലൊക്കെയാണ് ഇതിൻ്റെ യൂസ് കേസസ് വരുന്നത്. അടുത്തതാണ് ടാൻ ഫംഗ്ഷൻ. ടാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹൈപ്പർബോളിക് ടാൻജൻറ്റ് എന്നാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്, ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നാണ്. So it resembles the sigmoid function but provides outputs in range of -1 to 1. മറ്റൊരു 0 to 1 ആണെങ്കിൽ ഇതിലെന്താണ് -1 to 1 instead of 0 to 1. So like a sigmoid, it has a characteristic S shape തന്നെയാണ്, S shape curve ആണ്, and is differentiable which makes it suitable for neural networks ആണ് ഏറ്റവും suitable ആയിട്ടുള്ളത്. അപ്പോൾ tan of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻x minus e⁻x divided by e⁻x plus e⁻x. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂറിങ് സിഗ്മോയിഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അതായത് ടാൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 into സിഗ്മോയിഡ് ഓഫ് 2x -1 ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. സിഗ്മോയിഡ് ഫംഗ്ഷൻസ് വെച്ചിട്ടും നമുക്ക് ടാൻ ആക്ടിവേഷൻ ഫംഗ്ഷനെ
ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതും ഏകദേശം അതേ ഷേപ്പ് തന്നെയാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് സീറോ സെൻറ്റേർഡ് ആണ്, സ്റ്റീപ്പർ ഗ്രേഡിയൻ്റ് ഉണ്ട്, നോൺ ലീനിയർ ആണ്. അതേപോലെ ലിമിറ്റേഷൻസോ വാനിഷിങ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം ഒക്കെ വാനിഷ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ടു കമ്പ്യൂട്ട് ദെൻ സിംപ്ലർ ആക്ടിവേഷൻ ഫംഗ്ഷൻസിനെക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. യൂസ് കേസസ് ആയിട്ട് വരുന്നത് ഹിഡൻ ലെയേഴ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ടു എൻഷുവർ നെഗറ്റീവ് ന്യൂട്രൽ ആൻഡ് പോസിറ്റീവ് വാല്യൂസ് ആർ എഫക്റ്റീവ്ലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ NLPs യൂസ് ചെയ്യുന്നുണ്ട്. ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് ആ രീതിയിലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് RELU. RELU എന്ന് പറയുന്നത് റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് ആണ്. സോ ഈ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ബിക്കം വൺ ഓഫ് ആ മോസ്റ്റ് പോപ്പുലർ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ, പ്രൈമർലി ഡ്യൂ ടു ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് എഫിഷ്യൻസി. ബിക്കോസ് അതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയും എഫിഷ്യൻസിയും കാരണമാണ് അത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളത്. സോ കമ്പയർഡ് ടു ഏർലിയർ ഫംഗ്ഷൻസ് ലൈക്ക് സിഗ്മോയിഡ്, TAN, RELU ഹാസ് ട്രാൻസ്ഫോംഡ് ട്രെയിനിങ് പെർഫോമൻസ് ബൈ ഓഫറിംഗ് ഫാസ്റ്റർ കൺവേർജൻസ്. അപ്പം ടാനിനെയും സിഗ്മോയിഡിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് എന്തുണ്ട്, ഫാസ്റ്റർ കൺവേർജൻസ് ആണ്. അപ്പോൾ ഈ RELUവിൻ്റെ ഔട്ട്പുട്ട്സ് 0 ഫോർ നെഗറ്റീവ് ഇൻപുട്ട്സ് റിട്ടേൺസ് ദ ഇൻപുട്ട് വാല്യൂ ഇറ്റ്സെൽഫ് ഫോർ പോസിറ്റീവ് ഇൻപുട്ട്സ്. അപ്പം നെഗറ്റീവ് വാല്യൂസ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കണമെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ല പോസിറ്റീവ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്താണോ കൊടുത്ത വാല്യൂ ആ വാല്യൂ തന്നെ ആയിരിക്കും എന്തായി തരിക, റിട്ടേൺ ചെയ്യുക. അപ്പോൾ RELU ഇസ് മാത്തമാറ്റിക്കലി ഡിഫൈൻഡ് ആസ് A of x is equal to max of 0, x, അതായത് മാക്സിമം 0 x. ദാറ്റ് മീൻസ് നെഗറ്റീവിന് 0യും പോസിറ്റീവിന് ആ x എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് റിട്ടേൺ ചെയ്യുക. If the input has input x is positive, RELU returns x. If the input is negative, it returns 0. അപ്പോൾ RELUവിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ ഒരു ഫിഗർ ഏകദേശം ഇങ്ങനെയായിരിക്കും വരിക. ദെൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്പാർസ് ആക്ടിവേഷൻ ഉണ്ട്, എഫിഷ്യൻ്റ് ആയിട്ട് കമ്പ്യൂട്ടേഷൻ നടത്തും, നോൺ ലീനിയറിനൊക്കെ സ്യൂട്ടബിൾ ആണ്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഡൈയിങ് RELU പ്രോബ്ലം, അതായത് കുറേ ന്യൂറോൺസ് 0 ആയിട്ട് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെയ്റ്റ്സ് ബയാസസ് ഒക്കെ സ്റ്റോപ്പ് ആവും. അപ്പോൾ വീണ്ടും നമുക്ക് ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാനും അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തെന്ന് വരില്ല. അപ്പോൾ RELUവിന് ഡൈയിങ് RELU പ്രോബ്ലം ഉണ്ട്. പിന്നെ അൺബൗണ്ടഡ് ഔട്ട്പുട്ട്, അതായത് വെരി ലാർജ് ഇൻപുട്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അൺബൗണ്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ഒക്കെ ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യാം. അത് ചിലപ്പോൾ ഡീസ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് റീസൺ ആവാറുണ്ട്. യൂസ് കേസസ് എന്ന് പറയുന്നത് നമ്മൾ കൺവെൻഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോർ ഇമേജ് പ്രോസസ്സിംഗ് ടാസ്കിൽ വരുമ്പോൾ അങ്ങനത്തെ ഉള്ള കേസസിലൊക്കെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചേഴ്സ്, അതേപോലെ കമ്പ്യൂട്ടർ വിഷൻ, NLP അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏകദേശം ഈ RELU തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അടുത്താണ് സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ. സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഹാൻഡിൽ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. ഇപ്പോൾ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിലാണ് സാധാരണ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാറ്. ഇറ്റ് ട്രാൻസ്ഫോംസ് റോ ഔട്ട്പുട്ട് സ്കോർസ് ഫ്രം എ ന്യൂറൽ നെറ്റ്വർക്ക് ഇൻ ടു പ്രോബബിലിറ്റീസ്. അതായത് ഒരു റോ ഔട്ട്പുട്ടിനെ ഒരു പ്രോബബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലോട്ട് ചേഞ്ച് ചെയ്യാം. It works by squashing the output values of each class into a range of 0 and 1 while ensuring the sum of all probabilities equals 1. അപ്പോൾ പ്രോബബിലിറ്റീസ് ഈക്വൽസ് 1 ആണ് നോക്കിയിട്ട് എന്ത് ചെയ്യും, എൻഷുർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂസിനെ സ്ക്വാഷ് ചെയ്യും. 0 to 1 എന്ന് പറയുന്ന റേഞ്ചസിലോട്ട് സ്ക്വാഷ് ചെയ്തെടുക്കും. So softmax is an activation function typically used in the output layer of multi-class classification problems where each output represents the probability of the input belonging to a particular class. അതായത് ഈ സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്നത് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ അത് ടിപ്പിക്കലി നമ്മൾ യൂസ്ഡ് ചെയ്യുന്നത് എവിടെയാണ്, ഔട്ട്പുട്ട് ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഔട്ട്പുട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു പ്രോബബിലിറ്റി ആയിരിക്കും അല്ലേ. നമ്മൾ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോബബിലിറ്റി റിട്ടേൺ ചെയ്യേണ്ട കേസസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി സോഫ്റ്റ് മാക്സ് ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് f of xi is equal to e raised to xi divided by sigma j to n is equal to 1 j equal to 1 to n then e raised to xj. അപ്പോൾ ഈ സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ എൻഷുവേഴ്സ് ദാറ്റ് ഈച്ച് ക്ലാസ് ഇസ് അസൈൻഡ് ടു എ പ്രോബബിലിറ്റി. അപ്പോൾ ഓരോ ക്ലാസ്സിനും എന്തുണ്ട്, ഒരു പ്രോബബിലിറ്റി അസൈൻ ചെയ്ത് വെച്ചിരിക്കാം. സോ ഹെൽപ്പിംഗ് ടു ഐഡൻറ്റിഫൈ വിച്ച് ക്ലാസ് ദ ഇൻപുട്ട് ബിലോങ്സ് ടു. അപ്പോൾ ഓരോ ഇൻപുട്ടും ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അങ്ങനെ ചെയ്തിട്ടുള്ളത്, ഓരോ ക്ലാസ്സിനും ഓരോ പ്രോബബിലിറ്റി കൊടുത്തിട്ടുള്ളത്.
ഇനി അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് പ്രൊബബിലിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും, ഔട്ട്പുട്ടിനെ നോർമലൈസസ് ദ ഔട്ട്പുട്ട്, ദെൻ സെൻസിറ്റീവ് ടു ഇൻപുട്ട് ഡിഫറൻസസ് വരുന്നതിനനുസരിച്ചിട്ട് വളരെ സെൻസിറ്റീവായിട്ട് നമുക്കതിനെ ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാറുണ്ട്, ഇൻ്റർപ്രറ്റബിൾ ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടു ഔട്ട്ലയേഴ്സ്, ദെൻ അതേപോലെ തന്നെ കനോട്ട് ഹാൻഡിൽ മൾട്ടി ലേബൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഇൻപുട്ടിന് തന്നെ പലതരത്തിലുള്ള ലേബൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള സിസ്റ്റംസ് ഒന്നും ഇതിലില്ല. പിന്നെ യൂസ് കേസസ് ആയിട്ട് വരുന്നത് ഇമേജ് ക്ലാസിഫിക്കേഷൻ, NLP, അങ്ങനെ CNN യൂസ് ചെയ്തിട്ട് വരുന്ന ഏരിയാസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ലോസ് ഫംഗ്ഷൻ. A loss function is a mathematical way to measure how good or bad a model's predictions are compared to the actual results. അപ്പം ആക്ച്വൽ റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോഡലിൻ്റെ പ്രഡിക്ഷൻസ് എത്രമാത്രം ഗുഡാണ് അല്ലെങ്കിൽ എത്രമാത്രം ബാഡാണ് എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ വേ ആണ് ലോസ് ഫംഗ്ഷൻ. അതായത് എത്രമാത്രം കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രമാത്രം റോങ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്തു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക ഒരു മോഡലിനെ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ലോസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറ്റ് ഗിവ്സ് എ സിംഗിൾ നമ്പർ ദാറ്റ് ടെൽസ് us ഹൗ ഫാർ ഓഫ് ദി പ്രഡിക്ഷൻസ് ആർ. നമുക്കതൊരു സിംഗിൾ നമ്പറാണ് അത് റിട്ടേൺ ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് എന്തറിയാം, എത്ര എണ്ണം നമ്മൾ എത്രമാത്രം ദൂരത്താണ് അല്ലെങ്കിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് നമ്മളുടെ ആക്ച്വൽ ഇൻപുട്ടും അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ടും ഈ പറഞ്ഞ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഔട്ട്പുട്ടും തമ്മിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തരുന്നൊരു ഫംഗ്ഷനാണ്. മാത്തമാറ്റിക്കലി നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ് ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ സ്മോളർ ദ നമ്പർ ദ ബെറ്റർ ദ മോഡൽ ഈസ് ഡൂയിങ്. അപ്പോൾ ആ ലോസ് ഫംഗ്ഷൻ്റെ വാല്യൂ സ്മോളർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളുടെ പ്രഡിക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. ലോസ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു ട്രെയിൻ മോഡൽസിനെ ട്രെയിൻ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ലോസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഗൈഡ് മോഡൽ ട്രെയിനിങ്, മെഷർ പെർഫോമൻസ്, എഫക്റ്റ് ലേണിംഗ് ബിഹേവിയർ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ലോസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ലോസ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ L is equal to f of y true, y pred. അതായത് എത്ര ട്രൂ ഉണ്ട്, എത്ര എണ്ണം ട്രൂ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, എത്ര എണ്ണം പ്രഡിക്റ്റ് ചെയ്തത് ട്രൂ ആയി എന്നുള്ളത് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ റോൾ ഓഫ് ലോസ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് ട്രെയിനിങ് നടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ കഴിയും. ഈ നമ്മളുണ്ടാക്കിയ സിസ്റ്റം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്ത സിസ്റ്റം കറക്റ്റായിട്ടാണോ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഓരോ ഫീഡ്ബാക്കിലൂടെ നമുക്ക് അറിയാൻ കഴിയും. ഗൈഡ് ദ ഒപ്റ്റിമൈസർ ടു മേക്ക് ദ റൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഗൈഡൻസ് കിട്ടും. എഫക്റ്റ് ദ കൺവേർജൻസ്, സ്പീഡ് ആൻഡ് ഫൈനൽ ആക്യുറസി. ആക്ച്വലി അതിൻ്റെ ഫൈനൽ ആക്യുറസിനെയൊക്കെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോസ് ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് ചെയ്യാൻ കഴിയും. ഹൗ ലോസ് ഫംഗ്ഷൻസ് ഗൈഡ് ദ ട്രെയിനിങ് പ്രോസസ്സ്. ഇനി എങ്ങനെയാണ് ലോസ് ഫംഗ്ഷൻസ് നമ്മുടെ ട്രെയിനിങ് പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ലോസ് ഫംഗ്ഷൻസ് ഗൈഡ്സ് ദ മോഡൽസ് ലേണിംഗ് ബൈ സിഗ്നലിംഗ് ഹൗ ഫാർ പ്രഡിക്ഷൻസ് ഡീവിയേറ്റ് ഫ്രം ആക്ച്വൽ വാല്യൂസ്. ഇപ്പോൾ ആക്ച്വൽ വാല്യൂസും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത വാല്യൂസും തമ്മിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊക്കെ എന്ത് തരുന്നത്, ഈ പറഞ്ഞ ഗൈഡ് തരുന്നത്. അപ്പോൾ ദ പ്രോസസ് ഇൻവോൾവ്സ് ആദ്യം നമ്മൾ മേക്കിംഗ് പ്രിഡിക്ഷൻസ്, then calculating loss, then computing gradients, then updating parameters. ഇതാണ് ലോസ് ഫംഗ്ഷൻസ് ചെയ്യുന്ന സ്റ്റെപ്സ്. അപ്പോൾ ആദ്യം പ്രഡിക്ഷൻസ് നടത്തും, അതിനുശേഷം ആ ലോസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ഗ്രേഡിയൻറ്റിനെ കമ്പ്യൂട്ട് ചെയ്യും, ദെൻ നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യും. വീണ്ടും ഈ പറഞ്ഞ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ അതിൻ്റെ ആക്യുറസി നമ്മളുടെ ആ ഒരു റിക്വയർമെൻറ്റ് ലെവലിലേക്ക് എത്തുന്നത് അതുവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു റൈറ്റ് ആയിട്ടുള്ള ലോസ് ഫംഗ്ഷനെ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ ടാസ്ക് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ടൈപ്പ് എന്താണെന്ന് കൺസിഡർ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യണം. ദെൻ ഔട്ട്ലയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തരത്തിലാക്കണം. because when your data has outliers, it's better to use a loss function that's less sensitive to them. അപ്പോൾ ആദ്യം അതിൻ്റെ ഔട്ട്ലയേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ മാത്രം നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഏത് ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്ന് പറയാൻ കഴിയും. അപ്പോൾ പെർഫോമൻസ് ആൻഡ് കൺവേർജൻസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലോസ് ഫംഗ്ഷന് ചൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ബാക്ക് പ്രൊപ്പഗേഷൻ? സോ നമ്മൾ ഇത്ര നേരമൊക്കെ പറഞ്ഞു, ബാക്ക് പ്രൊപ്പഗേഷൻ നടത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ വെയ്റ്റ്സും ബയാസസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ് used for training artificial neural networks. It's an abbreviation of backpropagation of errors.
reflecting how it works to adjust the weights of the network to minimize error in predictions. This method optimizes the neural network by calculating the gradient of the loss function with respect to the each weight using the chain rule, effectively reversing through the network from output to input layers. സോ ഈ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ആണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇറ്റ്സ് ആൻ അബ്രീവിയേഷൻ ഓഫ് ഏതാണ് നമ്മുടെ ബാക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എറേഴ്സിൻ്റെ ഒരു അബ്രീവിയേഷൻ ആണിത്. അതായത് ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ റിഫ്ലക്റ്റിംഗ് ഹൗ ഇറ്റ് works to adjust the weights of the network to minimize the error in predictions. അപ്പോൾ പ്രഡിക്ഷൻസ് നടത്തുന്ന സമയത്ത് അതിലുള്ള എറേഴ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ബാക്ക് പ്രൊപ്പഗേഷൻ നടത്തുന്നത്. അപ്പോൾ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ വെയ്റ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ദിസ് മെത്തേഡ് ഒപ്റ്റിമൈസസ് ദ ന്യൂറൽ നെറ്റ്വർക്ക് ബൈ കാൽക്കുലേറ്റിംഗ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദി ലോസ് ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം ലോസ് ഫംഗ്ഷൻ എടുക്കും, എന്നിട്ട് അതിൻ്റെ ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ചെയിൻ റൂളും മറ്റും യൂസ് ചെയ്തിട്ട് വെയിറ്റ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഇത് ആക്ച്വലി റിവേഴ്സ് ചെയ്യും. അതായത് ഈ ഔട്ട്പുട്ട് ലെയറിൽ നിന്ന് ഇൻപുട്ട് ലെയറിലോട്ടാണ് ഈ പറഞ്ഞ ഒരു പ്രൊപ്പഗേഷൻ വരുന്നത്. അപ്പോൾ അത് റിവേഴ്സിങ് ചെയ്യാണ് ചെയ്യുന്നത് നോർമൽ പ്രോസസ്സിൽ നിന്ന്. അപ്പോൾ ഈ പറഞ്ഞ ബാക്ക് പ്രൊപ്പഗേഷൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ നെറ്റ്വർക്ക്സിൻ്റെ പ്രഡിക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസി കറക്റ്റ് ആക്കാൻ കുറച്ചുകൂടി കൂട്ടുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നെറ്റ്വർക്ക് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴും ആൻ ഇൻപുട്ട് ആൻഡ് ജനറേറ്റ്സ് ആൻ ഔട്ട്പുട്ട് അല്ലേ, ഒരു ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ അൽഗോരിതം കമ്പയർസ് ദിസ് ഔട്ട്പുട്ട് ടു ദ ആക്ച്വൽ ടാർഗറ്റ് വാല്യൂ. നമുക്കൊരു ടാർഗറ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ടാർഗറ്റ് വാല്യൂ ഈ പറഞ്ഞ ഔട്ട്പുട്ടും വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യും. ദെൻ കമ്പ്യൂട്ട്സ് ദ എറർ. അപ്പോൾ അവിടെ നമുക്ക് എറർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ കഴിയും. ദെൻ പ്രൊപ്പഗേറ്റ്സ് ദിസ് എറർ ബാക്ക് ത്രൂ ദ നെറ്റ്വർക്ക് ലെയേഴ്സ് ബൈ അഡ്ജസ്റ്റിംഗ് ദ വെയ്റ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ എറർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ബാക്കിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പറഞ്ഞ വെയ്റ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പ്രൊപ്പോർഷണലി ടു ദ എറർ ദ നെറ്റ്വർക്ക് ബിക്കംസ് ബെറ്റർ അറ്റ് പ്രൊഡ്യൂസിങ് ആക്യുറേറ്റ് റിസൾട്ട്സ് വിത്ത് ഈച്ച് ട്രെയിനിങ് ഐറ്ററേഷൻ. ഓരോ ട്രെയിനിങ് ഐറ്ററേഷൻ കഴിയും തോറും ഈ പറഞ്ഞ സിസ്റ്റം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ ഈസ് എസ്പെഷ്യലി പവർഫുൾ ഇൻ എ ഡീപ്പ് ലേണിംഗ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഓഫൺ ഹാവ് എ മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഡീപ്പ് ലേണിങ്ങിനെ പവർഫുള്ളായിട്ട് ചെയ്യാൻ കഴിയും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമൈസിങ് വെയ്റ്റ്സ് across these layers to ensure minimal error and maximum performance. അപ്പോൾ മിനിമൽ എററും മാക്സിമം പെർഫോമൻസും അതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ MLPs ഒക്കെ ട്രെയിനിങ് നടത്തുന്നത് വിത്ത് ബാക്ക് പ്രൊപ്പഗേഷൻ? So training a multi-layer perceptron involves adjusting its parameters such as weights and biases to minimize prediction errors and improve performance on a given task. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഡിക്ഷൻ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെയ്റ്റ്സും ബയാസസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു MLP വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക, ഫീച്ചർ എഞ്ചിനീയറിംഗ് നടത്തുക, അല്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെയാണ് പ്രോസസ്സിങ്ങിൽ വരുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഡേറ്റ. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ സെറ്റിനെ ട്രെയിനിങ്, വാലിഡേഷൻ, ടെസ്റ്റ് 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. ദെൻ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ഇൻക്ലൂഡിങ് വെയ്റ്റ്സ്, ബയാസസ്, ഇതൊക്കെ ഒരു ഇനീഷ്യലൈസ്ഡ്, അതായത് ഒരു ഇനീഷ്യൽ വാല്യൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു അപ്രോപ്രിയേറ്റുള്ള സ്ട്രാറ്റജീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം നാലാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ. അതായത് ആദ്യം ഫോർവേഡ് പ്രൊപ്പഗേഷൻ നടത്തും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ എറർ ഒക്കെ എത്രത്തോളം ഉണ്ട്, ലോസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ലോസ് ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ എറർ എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ബാക്ക് പ്രൊപ്പഗേഷൻ അപ്ലൈ ചെയ്യും. സോ ബാക്ക് പ്രൊപ്പഗേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഇപ്പുറത്തേക്ക് തന്നെ വരും, അപ്പോൾ ഇൻപുട്ടിലോട്ട് തന്നെ വരും. ദെൻ അവിടെ വെയ്റ്റ്സ് കാര്യങ്ങൾ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് നടത്തും. അതിൻ്റെ ലേണിംഗ് റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഗറേഷനൊക്കെ ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ സാധനം ഈ പറഞ്ഞൊരു സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് നടത്തി കഴിഞ്ഞാൽ മോണിറ്റർ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രസ്, അതിൽ എത്രത്തോളം
നമ്മളിപ്പോൾ ചേഞ്ചസ് വരുത്തിയതിനനുസരിച്ച് എത്രത്തോളം പ്രോഗ്രസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓവർ ഫിറ്റിംഗ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ടെക്നിക്സ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ വീണ്ടും ഇവാലുവേഷൻ, എത്രത്തോളം ആക്യുറസി ഉണ്ട്, പ്രസിഷൻ, റീകോൾ, F1 സ്കോറൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആക്യുറസി കണ്ടുപിടിക്കും. ഇത് വീണ്ടും ഈ പറഞ്ഞ സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് ഓവർ ഫിറ്റിംഗ് ആൻഡ് അണ്ടർ ഫിറ്റിംഗ്. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഓവർ ഫിറ്റിംഗ് ആൻഡ് അണ്ടർ ഫിറ്റിംഗ്. സോ എന്താണ് ഓവർ ഫിറ്റിംഗ് ആൻഡ് അണ്ടർ ഫിറ്റിംഗ് എന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. Building a neural network that performs well on its training data is only an initial step. So the primary objective is generalization, which is the model's ability to make accurate predictions on new or previously unseen data. അതായത് നമ്മളിപ്പോൾ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, നമ്മുടെ ഒരു ട്രെയിനിങ് ഡേറ്റ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ട്രെയിനിങ് ഡേറ്റിനെ നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ കയ്യിലുള്ള ഡേറ്റേനെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത്, അതായത് നമ്മുടെ സിസ്റ്റത്തിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. സോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്സ്. സോ പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ജനറലൈസേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡേറ്റിനെ എന്താക്കണം, നമുക്കൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അതായത് നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ഡേറ്റേനെ ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഈസ് ദ മോഡൽസ് എബിലിറ്റി ടു മേക്ക് ആക്യുറേറ്റ് പ്രഡിക്ഷൻസ് ഓൺ ന്യൂ പ്രീവിയസ്ലി അൺസീൻ ഡേറ്റ. അതായത് ഇങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മോഡലിൻ്റെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതേപോലെ തന്നെ ഒന്നും കൂടി പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് കഴിയും. അതിപ്പോൾ ന്യൂ ഡേറ്റ വന്നാലും അത് ചിലപ്പോൾ പ്രീവിയസ്ലി ഉള്ള ഡേറ്റ ആണെങ്കിലും പക്ഷേ അത് അൺസീൻ ഡേറ്റ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ആർക്കുണ്ടാവും, ഈ മോഡലിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊന്ന് ജനറലൈസ്ഡ് ആക്കണം. സോ ടു കോമൺ ഒബ്സ്റ്റക്കിൾസ് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗുഡ് ജനറലൈസേഷൻ. അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡേറ്റേനെ നമ്മളുടെ മോഡലിന് വേണ്ടി ജനറലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു കോമൺ ഒബ്സ്റ്റക്കിൾസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിനോമിന അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ ട്രെയിനിങ് പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യാനും നമ്മളുടെ മോഡലിൻ്റെ പെർഫോമൻസ് കൂട്ടാനൊക്കെ ഈ ഒരു കോൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. So, to evaluate how well a model learns and generalizes, we monitor its performance on both the training data and the separate validation or test data set, which is often measured by its accuracy or prediction errors. സോ നമ്മുടെ മോഡൽ എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മോഡൽ എത്ര നന്നായിട്ട് ലേൺ ചെയ്യുന്നുണ്ട്, അതിനെ എത്രമാത്രം നന്നായിട്ട് ജനറലൈസ് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പെർഫോമൻസ്, അതായത് ട്രെയിനിങ് ഡാറ്റയിലുള്ള പെർഫോമൻസും അതേപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ സെറ്റിലുള്ള പെർഫോമൻസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആക്യുറസി അല്ലെങ്കിൽ പ്രഡിക്ഷൻ എറേഴ്സ്, ഇത്തരത്തിലുള്ള മെഷർമെൻറ്റ്സ് ഉണ്ട്. അതായത് ആക്യുറസി എന്നൊക്കെ പറയുന്നത് ഒരു മെഷർമെൻറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള അൽഗോരിതംസും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എന്നാലും അല്ലാതെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ പറഞ്ഞ ട്രെയിനിങ് ഡേറ്റയിലും ടെസ്റ്റ് ഡേറ്റ സെറ്റിലും നമ്മുടെ മോഡൽ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇനി നമുക്ക് എന്താണ് അണ്ടർ ഫിറ്റിംഗ് ഒന്നും കൂടി നോക്കാം. അപ്പോൾ അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ underfitting occurs when a model is too simple to capture the underlying structure of the data. It fails to learn the relevant patterns even in the training set, resulting in poor performance not just on new data but also on the data it was trained on. Think of it as trying to draw a complex shape using only a straight ruler. You simply lack the right tool for the job. അതായത് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ നമ്മളുടെ കയ്യിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഡേറ്റ ഉണ്ടാവുമല്ലോ, അതിന് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഒരുപാട് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മോഡലിനെ
ആവശ്യമുള്ള ഡേറ്റാസ് ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നമ്മുടെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ മോഡലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തെങ്കിലും ഫീച്ചേഴ്സ് അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഫെയിൽസ് ടു ലേൺ ദ റെലവൻറ്റ് പാറ്റേൺസ് ഈവൻ ഇൻ ദ ട്രെയിനിങ് സെറ്റ്. അപ്പം നമ്മളുടെ ട്രെയിനിങ് സെറ്റിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഡേറ്റാസ് ഉണ്ടായിരിക്കും. ആ ഒരുപാട് ഡേറ്റാസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റും. അപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് ഡേറ്റാസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് ഡേറ്റാസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ കയ്യിലുള്ള മൊത്തത്തിലുള്ള ഡേറ്റേനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രെയിനിങ് സെറ്റും ഒന്ന് ടെസ്റ്റിംഗ് സെറ്റും. സോ ട്രെയിനിങ് സെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷീനെ ലേൺ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടെസ്റ്റ് സെറ്റിലുള്ള ഡേറ്റാസ് വെച്ചിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കും, കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അണ്ടർ ഫിറ്റിംഗ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് സെറ്റിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിന് ലേൺ ചെയ്യാൻ ഈ മോഡൽ ഫെയിലാവും. അതിനത് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് എന്തുണ്ടാവും, അതിൻ്റെ പെർഫോമൻസിൽ എന്ത് ചെയ്യും, പൂറായിട്ട് ബാഡായിട്ട് റിസൾട്ട് ചെയ്യും. അതായത് ന്യൂ ഡേറ്റ വന്നാലും അതിന് ഓൾറെഡി നമ്മൾ ട്രെയിൻ ചെയ്ത ഡേറ്റ കൊടുത്തു കഴിഞ്ഞാലും അതിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്താ പറയുക, അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിനെ നമ്മൾ സ്ട്രേറ്റ് റൂളർ മാത്രം വെച്ചിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് നമ്മുടെ ജോബ് എന്താണോ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ടൂള് നമ്മൾ എടുക്കണം അല്ലേ, എന്നാലും നമുക്ക് ആ ഒരു ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ഡേറ്റ നമ്മൾ നല്ല രീതിയിൽ ജനറലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ ബയാസ് ആയിരിക്കും. അതായത് നമ്മളുടെ മോഡൽ സ്ട്രോങ് ആയിട്ടുള്ള അസംഷൻസ് ഒക്കെ നടത്തും, എബൌട്ട് ദ ഡേറ്റിനെ പറ്റിയിട്ട് നടത്തും. പക്ഷേ ഇറ്റ് പ്രിവെൻറ്റ് ഫ്രം ഫിറ്റിംഗ് ദ ഡേറ്റ വെൽ. അതിന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, പുവർ ട്രെയിനിങ് പെർഫോമൻസ് ആയിരിക്കും. അതേപോലെ തന്നെ പുവർ വാലിഡേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക അണ്ടർ ഫിറ്റിങ്ങിന്. അപ്പോൾ അതൊക്കെയാണ് അണ്ടർ ഫിറ്റിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ള റീസൺസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള, എന്തുകൊണ്ടാണ് അണ്ടർ ഫിറ്റിംഗ് ഉണ്ടാകുന്നത് വെച്ചാൽ ഇൻസഫീഷ്യൻ്റ് ആയിട്ടുള്ള മോഡലിൻ്റെ കോംപ്ലക്സിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇനാഡിക്വേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഫീച്ചറിന് നേരെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഓവറായിട്ട് നമ്മളതിനെ റെഗുലറൈസേഷൻ നടത്തി കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ പറഞ്ഞ അണ്ടർ ഫിറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് മോഡൽ കോംപ്ലക്സിറ്റി. മോഡലിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടും. അപ്പോൾ പെർഫോമിംഗ് ഫീച്ചർ എഞ്ചിനീയറിംഗ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അണ്ടർ ഫിറ്റിംഗ് റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. റിമൂവ് നോയ്സ് ഫ്രം ദ ഡേറ്റ. അപ്പോൾ അതേപോലെ തന്നെ ഡേറ്റാസ് കൊടുക്കുമ്പോൾ നോയ്സ് കൊടുക്കുക, റിമൂവ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇൻക്രീസ് ദ നമ്പർ ഓഫ് എപ്പോക്സ് ഓർ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. അതായത് ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുക, അതായത് നമ്പർ ഓഫ് എപ്പോക്സ് ഇൻക്രീസ് ചെയ്യാം, ഡേറ്റാസിന് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അണ്ടർ ഫിറ്റിംഗ് കുറയ്ക്കാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓവർ ഫിറ്റിംഗ് occurs when a model learns the training data too well, capturing not only the underlying patterns but also the noise and the random fluctuations specific to that particular data set. അതായത് അണ്ടർ ഫിറ്റിങ്ങിൽ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളുടെ മോഡല് നമ്മളുടെ ഡേറ്റേനെ പ്രോപ്പറായിട്ട് ലേൺ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് അണ്ടർ ഫിറ്റിംഗ്. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിലുള്ള എല്ലാ ഡാറ്റകളെയും അതെന്ത് ചെയ്യുന്നുണ്ട്, നല്ല പോലെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള എല്ലാ പാറ്റേൺസും അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ നോയ്സ് അടക്കം അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ദ മോഡൽ essentially memorizes the training examples instead of learning generalizable rule. അതായത് അവിടെ അപ്പം എന്തുണ്ടാവില്ല, ജനറലൈസേഷൻ ഉണ്ടാവുന്നില്ല. ഇതിങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കുക എന്നല്ലാതെ അവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു പാറ്റേൺ അവിടെ റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു ഡേറ്റയുടെ ഉള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫീച്ചറിനെ അബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ആർക്ക് കഴിയില്ല, ഈ പറഞ്ഞ മോഡലിന് കഴിയില്ല. ദിസ് ലീഡ്സ് ടു എക്സലൻറ്റ് പെർഫോമൻസ് ഓൺ ദ
ട്രെയിനിങ് സെറ്റ് ബട്ട് പുവർ പെർഫോമൻസ് ഓൺ ന്യൂ അൺസീൻ ഡേറ്റ. അപ്പോൾ ട്രെയിനിങ് സെറ്റിൽ എന്തായിരിക്കും, അത് നല്ല പോലെ വർക്ക് ചെയ്യും, നല്ല പെർഫോമൻസ് തരും. പക്ഷേ നമ്മൾ ടെസ്റ്റിംഗ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാലോ അതിലൊന്നും തന്നെ അതിന് പ്രെഡിക്റ്റ് ചെയ്യാനോ ആക്യുറേറ്റ് ആയിട്ട് പറയാനോ കഴിയാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ് സെറ്റിനെ നല്ലപോലെ ക്യാപ്ചർ ചെയ്യുകയും ടെസ്റ്റിംഗ് സെറ്റിന്, അതായത് ന്യൂ അല്ലെങ്കിൽ അൺസീൻ ഡേറ്റ കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ആൻസർ തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. Imagine a student who memorizes the answers to specific practice questions but he has not grasped the underlying concepts needed to solve new problems. അതായത് നമ്മളിപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക, ആദ്യം അതിൻ്റെ കോൺസെപ്റ്റാണ് പഠിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ കോൺസെപ്റ്റ് വരുന്ന എല്ലാ പ്രോബ്ലംസും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മളൊരു ജനറലൈസ്ഡ് ഒരു റൂൾ ഉണ്ടാക്കിയെടുക്കും അല്ലേ. പക്ഷേ അതിന് പകരം ഒരു കുട്ടി എന്ത് ചെയ്യാണ്, പ്രോബ്ലംസ് കാണാതെ ഇങ്ങനെ പഠിക്കുകയാണ്. എന്നിട്ട് അതിന് പകരം നമ്മളൊരു വേറൊരു വാല്യൂ ഇട്ട് കൊടുത്താൽ പോലും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ. അങ്ങനെ അതായത് സംഭവം ആ കുട്ടിക്ക് അറിയാം, പക്ഷെ അതിനെന്ത് ചെയ്തിട്ടില്ല, ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള പാറ്റേൺസിലോട്ട് കൺവേർട്ട് ചെയ്യാനോ അതിൻ്റെ കാര്യം അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വാരിയൻസ് ആയിരിക്കും, എക്സലൻറ്റ് ട്രെയിനിങ് പെർഫോമൻസ് ആയിരിക്കും, പൂവർ വാലിഡേഷൻ ഓർ ടെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, ഇനി കോമൺ കോസസ് ആയിട്ട് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള മോഡൽ കോംപ്ലക്സിറ്റി, ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ഡേറ്റ, ട്രെയിനിങ് ഫോർ ടു ലോങ്, കുറേ ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, നമുക്കവിടെ ഈ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടാവും. So overfitting is a very common issue in neural network training. You can't spot it when your training loss continues to decrease while your validation loss starts to plateau or even increase. This divergence indicates that the model is no longer learning generalizable patterns but instead of specializing in the training set specifications. അപ്പോൾ മെയിൻലി ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ട്രെയിനിങ് സെറ്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് സെറ്റിൽ എന്ത് ചോദിച്ചാലും അത് കറക്റ്റായിട്ട് പറയും, പക്ഷെ അതിനെന്ത് ചെയ്യുന്നില്ല, ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു റൂള് ജനറേറ്റ് ചെയ്യാനോ പാറ്റേൺ ജനറേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുക, ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ കോമൺലി നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിലും ML-ലൊക്കെ കാണുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ടെക്നിക്സ് ടു റെഡ്യൂസ് ഓവർ ഫിറ്റിംഗ്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഓവർ ഫിറ്റിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ട്രെയിനിങ് ഡേറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓവർ ഫിറ്റിംഗ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള പാറ്റേൺസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, മിറ്റിഗേറ്റ് റിസ്ക് ഓഫ് ഫിറ്റിംഗ്, ദ നോയ്സ്, ഇറലവൻറ്റ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഓവർ ഫിറ്റിംഗ് ഒഴിവാക്കാൻ കഴിയും. ഇൻക്രീസ് ദ ട്രെയിനിങ് ഡേറ്റ ക്യാൻ ഇംപ്രൂവ് ദ മോഡൽസ് എബിലിറ്റി ടു ജനറലൈസ് അൺസീൻ ഡേറ്റ ആൻഡ് റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഓവർ ഫിറ്റിംഗ്, reducing model complexity, then early stopping during the training phase. ട്രെയിനിങ് ഫേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏർലി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ഡേറ്റ സെറ്റ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഓവർ ഫിറ്റിംഗ് ഒഴിവാക്കുകയാണെങ്കിൽ കുറേ നേരം ട്രെയിനിങ് കൊടുക്കാതിരിക്കുക. റെഡ് റെഗുലറൈസേഷൻ ആൻഡ് ലാസോ റെഗുലറൈസേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓവർ ഫിറ്റിംഗ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. യൂസ് ഡ്രോപ്പ് ഔട്ട് ഫോർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ടു ടാക്കിൾ ഓവർ ഫിറ്റിംഗ്. ഡ്രോപ്പ് ഔട്ട്, അതായത് ഇടയിൽ വെച്ച് നിർത്തി, അങ്ങനത്തെ സംഭവങ്ങൾ നേരത്തെ പറഞ്ഞ ഏർലി സ്റ്റോപ്പിംഗ് ഒക്കെ ഈ ഡ്രോപ്പ് ഔട്ടിൻ്റെ അതേപോലത്തെ ഒരു മെത്തേഡ് തന്നെയാണ്. ദെൻ ഓവർ ഫിറ്റിംഗ് നമുക്ക് അങ്ങനെ ടാക്കിൾ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നൊരു വേർഡാണ് ഹൈപ്പർ പാരാമീറ്റേഴ്സ്. ഓക്കെ, most machine learning algorithms have several settings that we will use to regulate the behavior of the training algorithm. These settings are called hyperparameters. അതായത് നമ്മൾ ചില അൽഗോരിതംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ട്, ചില സാധനങ്ങൾ, ചില വാല്യൂസ്, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും ചിലപ്പോൾ ഇനീഷ്യലി തന്നെ. അങ്ങനെ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള വാല്യൂസോ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും സെറ്റിങ്സ് നമ്മൾ നടത്തേണ്ടി വരും ഒരു അൽഗോരിതം ചെയ്യുമ്പോൾ. അത്തരത്തിലുള്ള സെറ്റിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. So hyperparameters are used to configure the training process that will produce your models. അതായത് നമ്മളുടെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ട്രെയിനിങ് പ്രോസസ്സിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ മോഡൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട എന്താണ് തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോസസ്സുകൾ നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ മോഡൽസ്
നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഓൾട്ടേഴ്സ് ദ പ്രൊഡ്യൂസ്ഡ് മോഡൽ and are usually used to configure how the algorithm learns relationships in data. അതായത് നമ്മളുടെ ഹൈപ്പർ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾട്ടേഴ്സ് ദ പ്രൊഡ്യൂസ്ഡ് മോഡൽ, ദെൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഓൾട്ടർ ചെയ്ത് മോഡലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ആർ യൂഷ്വലി യൂസ്ഡ് ടു കോൺഫിഗർ ഹൗ ദ അൽഗോരിതം ലേൺസ് റിലേഷൻഷിപ്സ് ഇൻ ഡേറ്റ. അതായത് ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മളുടെ ഡേറ്റയിലുള്ള റിലേഷൻഷിപ്പുകളെ ലേൺ ചെയ്യാനും എന്നിട്ട് അതിനെ എങ്ങനെയൊക്കെ കോൺഫിഗർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈപ്പർ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഡലിനെയും ഓൾട്ടർ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എ ടിപ്പിക്കൽ യൂസേജ് ഓഫ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഈസ് സെറ്റിംഗ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ മോഡൽ. You can create a more complex model that can learn complicated relationships, or a simpler model that learns simpler relationships using the exact same algorithm. അപ്പം നമുക്കൊരു സെയിം അൽഗോരിതം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി ഓഫ് ദ മോഡലാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരേ അൽഗോരിതം വെച്ചിട്ട് കോംപ്ലക്സ് മോഡലിനെ ക്രിയേറ്റ് ചെയ്യാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കോൺഫിഗർ ചെയ്യാനും കഴിയും, ലേൺ ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ സിംപ്ലർ മോഡ്സിനെ ജനറേറ്റ് ചെയ്യാനും സിംപ്ലർ റിലേഷൻഷിപ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ കോൺഫിഗർ ചെയ്യാനും ലേൺ ചെയ്യാനും കഴിയും അതേ സെയിം അൽഗോരിതം വെച്ചിട്ട്. അതായത് ഈ ഹൈപ്പർ പാരാമീറ്റേഴ്സിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരേ അൽഗോരിതം തന്നെ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആണ് ലേണിംഗ് റേറ്റ്, ബാച്ച് സൈസ്, നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് ഹിഡൻ ലെയേഴ്സിൻ്റെ കൗണ്ടും കൂടും. നമ്മളതിൽ ചെയ്യുന്ന പ്രോസസ്സുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഹിഡൻ ലെയേഴ്സിൻ്റെ എണ്ണം കൂടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്, ഒരു ഹൈപ്പർ പാരാമീറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും. നമ്പർ ഓഫ് ന്യൂറൺസ് പെർ ഹിഡൻ ലെയർ, ആക്ടിവേഷൻ ഫങ്ഷൻസ് അതിൽ പെടുന്നതാണ്, ഒപ്റ്റിമൈസർ അതിൽ പെടുന്നതാണ്, റെഗുലറൈസേഷൻ സ്ട്രെങ്ത് അതിൽ പെടുന്നതാണ്, ഡ്രോപ്പ് ഔട്ട് റേറ്റ് അതിൽ പെടുന്നതാണ്. അപ്പോൾ ഒരു മോഡലിനെ എങ്ങനെ നമുക്കതിനെ ലേൺ ചെയ്യിപ്പിക്കണം, ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ച് അതിൻ്റെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഹൈപ്പർ പാരാമീറ്റേഴ്സിലൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടൊരു മോഡൽ അവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തതാണ് വാലിഡേഷൻ സെറ്റ് എന്ന് പറയുന്നത്. സോ വാലിഡേഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ സെറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് AI, മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് മോഡൽസിലൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് വാലിഡേഷൻ സെറ്റ് എന്ന് പറയുന്നത്. സോ എലോങ് വിത്ത് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ഡേറ്റ സെറ്റ്സ്, ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഡേറ്റ സെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ സെറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റും. സോ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദീസ് മോഡൽസ് യൂസ് ദീസ് ഡേറ്റ സെറ്റ്സ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ലേൺ ഫ്രം ഡേറ്റ സച്ച് ആസ് ടെക്സ്റ്റ്, ഇമേജസ്. അതിൻ്റെ കൂടെ വരുന്നൊരു സെറ്റാണ് വാലിഡേഷൻ സെറ്റ് എന്ന് പറയുന്നത്. സോ ഈ സെറ്റുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടെക്സ്റ്റ്, ഇമേജസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, ലേൺ ചെയ്യാനും അങ്ങനെയുള്ള ഡേറ്റാസിനെയാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. So, validation set is a set of data used in train artificial intelligence with the goal of finding and optimizing the best model to solve a given problem. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിവൺ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ട ബെസ്റ്റ് മോഡലിനെ ഒപ്റ്റിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് AI യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഡേറ്റയാണ് വാലിഡേഷൻ സെറ്റ് എന്ന് പറയുന്നത്. So, validation data sets use sample of data that is withheld from training. That is the data is then used to evaluate any apparent errors. Okay, അപ്പോൾ ഈ വാലിഡേഷൻ സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രെയിനിങ്ങിൽ നിന്ന് വിത്ത് ചെയ്തിട്ടുള്ള കുറച്ച് സാമ്പിൾ ഡേറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ വാലിഡേഷൻ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ദാറ്റ് ഡേറ്റ ഈസ് ദെൻ യൂസ്ഡ് ടു ഇവാലുവേറ്റ് എനി അപ്പാരൻറ്റ്. ഇനി അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള എറേഴ്സ് വരുന്ന സമയത്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡേറ്റാസ് യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ദ വാലിഡേഷൻ സെറ്റ് മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ് ഫ്രം ദ ട്രെയിനിങ് സെറ്റ്. ട്രെയിനിങ് സെറ്റിൽ നിന്നാണ് എപ്പോഴും വാലിഡേഷൻ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാറ്. സിൻസ് ദ വാലിഡേഷൻ സെറ്റ് ഈസ് യൂസ്ഡ് ടു ട്രെയിൻ ദ ഹൈപ്പർ പാരാമീറ്റേഴ്സ്. നമ്മുടെ ഹൈപ്പർ പാരാമീറ്റേഴ്സിനെ then validation data sets use a sample of data.
ദാറ്റ് ഈസ് വിത്ത്ഹെൽഡ് ഫ്രം ട്രെയിനിങ്. അതായത് നമ്മളുടെ ട്രെയിനിങ് സെറ്റിൽ നിന്ന് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ഡേറ്റേനെയാണ് നമ്മൾ വാലിഡേഷൻ ഡേറ്റ സെറ്റ്സ് ആയിട്ട് എടുക്കുന്നത് ടു ഇവാലുവേറ്റ് പാരൻ എറേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഹൈപ്പർ പാരാമീറ്റേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ജനറലൈസേഷൻ ആയിട്ടുള്ള റിലേറ്റ് ചെയ്ത് വരുന്ന എറേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ. സോ ഒറിജിനൽ ഡേറ്റ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ട്രെയിനിങ് സെറ്റ്, വാലിഡേഷൻ സെറ്റ്, ടെസ്റ്റ് സെറ്റ്. ഈ വാലിഡേഷൻ സെറ്റ് ട്രെയിനിങ് സെറ്റിൽ നിന്നാണ് വാലിഡേഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടെസ്റ്റ് സെറ്റും നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാവും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാലിഡേഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രീതിയിൽ ഓവർ ഫിറ്റിംഗ് ഹൈപ്പർ പാരാമീറ്റേഴ്സ് വാലിഡേഷൻ സെറ്റ് റിക്വയർഡ്. നമ്മൾ ഹൈപ്പർ പാരാമീറ്റേഴ്സിൽ വരുന്ന ഓവർ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ദ വാലിഡേഷൻ സെറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എക്സാമ്പിൾസ് നോട്ട് സീൻ ബൈ ദ മോഡൽ ഡ്യൂറിങ് ട്രെയിനിങ്. അതായത് ചിലപ്പോൾ ഈ പറഞ്ഞ വാലിഡേഷൻ സെറ്റിൽ എന്തുണ്ടാവും, നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കാണാത്ത ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും കൂടി നമ്മളുടെ പെർഫോമൻസും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ വാലിഡേഷൻ സെറ്റ് ഹെൽപ്പ് ചെയ്യും നമുക്ക്. ഇമ്പോർട്ടൻറ്റ് റൂളായിട്ട് വരുന്നത് ടെസ്റ്റ് സെറ്റ് മസ്റ്റ് നെവർ ബി യൂസ്ഡ് ഇൻ എനി മോഡൽ ഓർ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സെറ്റ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ഹൈപ്പർ പാരാമീറ്ററിനെ ഡിസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യാനോ അതിനെ ലേൺ ചെയ്യാനോ ട്രെയിൻ ചെയ്യിക്കാനോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാലിഡേഷൻ സെറ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെറ്റ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. വാലിഡേഷൻ ആൻഡ് ടെസ്റ്റ് സെറ്റ്സ് ഷുഡ് ബി സ്പ്ലിറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ഡേറ്റ സാമ്പിൾസ് ആൻഡ് ദ മോഡൽ ബീയിങ് ട്രെയിൻഡ്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് മൈറ്റ് റിക്വയർ സിഗ്നിഫിക്കൻ്റ്ലി മോർ ഡേറ്റ ടു ട്രെയിൻ ദാൻ അതേഴ്സ്. അപ്പോൾ അതായത് നമ്മളുടെ സാധാരണ നമ്മൾ ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റും ഒരു ഡിവൈഡ് ചെയ്യുന്നത് 70 to 30 അല്ലെങ്കിൽ 80 to 20% ആയിട്ടാണ് നമ്മൾ ആ ഡിവിഷൻ ചെയ്യാറ്. ഇനിയിപ്പോൾ വാലിഡേഷൻ സെറ്റും കൂടെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡേറ്റകളുടെ നമ്പറിനനുസരിച്ച് ഈ പറഞ്ഞ പെർസെൻറ്റേജ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മോഡലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റകളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഡിവിഷനിലും വ്യത്യാസം വരും. അതിനനുസരിച്ചിട്ടാണ് ട്രെയിനിങ് സെറ്റിൽ എത്ര ഡേറ്റ വേണം, വാലിഡേഷൻ സെറ്റിൽ എത്ര ഡേറ്റ വേണം, ടെസ്റ്റിംഗ് സെറ്റിൽ എത്ര ഡേറ്റ വേണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ഒരു കോൺസെപ്റ്റാണ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ an estimator refers to any mathematical function, model or algorithm that approximates an unknown target function or predicts output values based on the data. അപ്പോൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ളൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൽഗോരിതം ആവാം. പക്ഷെ അത് എന്ത് ചെയ്യണം, ദാറ്റ് അപ്രോക്സിമേറ്റ്സ് ആൻ അൺനോൺ ടാർഗറ്റ് ഫംഗ്ഷൻ. അത് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഫംഗ്ഷന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാവണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം നമ്മളുടെ കയ്യിലുള്ള ഡേറ്റേനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, സിൻസ് ഡീപ്പ് ലേണിംഗ് മോഡൽസ് ആർ ട്രെയിൻഡ് ഓൺ ഫൈനൈറ്റ് സാമ്പിൾസ്, ദേ ആക്ട് ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റേഴ്സ് ഓഫ് ദ അണ്ടർലൈയിങ് ഡേറ്റ ജനറേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നോർമലി നമ്മുടെ ഡീപ്പ് ലേണിംഗ് മോഡൽസിലൊക്കെ നമ്മൾ ഫൈനൈറ്റ് സാമ്പിൾസ് ആണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തായിട്ടാണ് പറയുക, സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റേഴ്സ് എന്നാണ് പറയാറ്. അപ്പോൾ ഡീപ്പ് ലേണിംഗ് മോഡൽ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റർ ആണ് ദാറ്റ് അപ്രോക്സിമേറ്റ്സ് ആൻഡ് അൺനോൺ മാപ്പിംഗ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇൻപുട്സും ഔട്ട്പുട്ട്സും നമ്മളൊരു അൺനോൺ മാപ്പിംഗ് ഒക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് തരുന്നത് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് ലേണിംഗ് മോഡലൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. So it estimates both the parameters and functions based on the training data. ട്രെയിനിങ് ഡേറ്റനെ ബേസ് ചെയ്തിട്ട് പാരാമീറ്റേഴ്സും വെയ്റ്റ്സും ഫങ്ഷൻസും ഒക്കെ അത് തന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് തരും നമുക്ക്. സോ ട്രെയിനിങ് കറസ്പോണ്ട്സ് ടു മിനിമൈസിങ് എ ലോസ് ഫംഗ്ഷൻ ടു ഒബ്റ്റെയിൻ ബെസ്റ്റ് പാരാമീറ്റർ എസ്റ്റിമേറ്റ്സ്. അപ്പോൾ നമ്മളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ലോസ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുക, അതേപോലെ തന്നെ ബെസ്റ്റ് പാരാമീറ്റർ എസ്റ്റിമേറ്റ്സിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് എസ്റ്റിമേറ്ററുടെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോൾ ഓഫ് എസ്റ്റിമേറ്റേഴ്സ്, ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് പാരാമീറ്ററിൻ്റെ എസ്റ്റിമേഷനാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ എസ്റ്റിമേഷനാണ്. അതായത് റിഗ്രഷൻ ഫംഗ്ഷൻ, ക്ലാസിഫിക്കേഷൻ, മാപ്പിംഗ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ ഫംഗ്ഷൻ എസ്റ്റിമേഷൻസ് നടത്താൻ ഇത് രണ്ടുമാണ് എസ്റ്റിമേറ്റേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്.
ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതിലൊന്ന് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ കോൺവെക്സ് ഒപ്റ്റിമൈസേഷൻ, അതായത് ഒരു ഗ്യാരണ്ടി ഇല്ല ഫോർ ഗ്ലോബൽ ഒപ്റ്റിമം, ഓവർ ഫിറ്റിംഗ്, അതേപോലെ തന്നെ ഡേറ്റ ഡിപ്പെൻഡൻസ്, കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി, ലാക്ക് ഓഫ് ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻസ്, ഇതൊക്കെ എന്താണ് നമ്മളെ എസ്റ്റിമേഷനിൽ ഫൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ചാലഞ്ചസ് ആണ്. ഇനി എത്ര ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ടൈപ്പാണ് പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ്. അതായത് ഒരു പോയിന്റ് എസ്റ്റിമേറ്റർ ഗിവ്സ് എ സിംഗിൾ ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് സെർവ്സ് ആസ് ദ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് ദ പാരാമീറ്റർ. എക്സാമ്പിൾ എസ്റ്റിമേറ്റേഴ്സ് ഓഫ് മീൻ, പ്രപ്പോർഷൻ, വാരിയൻസ് അങ്ങനെ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയും. ഇൻ്റർവൽ എസ്റ്റിമേറ്റേഴ്സ് പറയുമ്പോൾ എന്താണ്, പേര് പോലെ തന്നെ റേഞ്ച് ഓഫ് വാല്യൂസിനെയാണ് അത് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഇൻ്റർവൽ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയും. ഇനി അടുത്ത് വരുന്ന രണ്ട് മെയിൻ ടോപ്പിക്സ് ആണ് ബയാസ് ആൻഡ് വാരിയൻസ്. സോ understanding bias and variance is important for building machine learning models that perform well on new data. These two factors explain why models may generalize well, underfit or overfit when trained on different datasets. അതായത് നമ്മളുടെ ബയാസ് ആൻഡ് വാരിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മെഷീൻ ലേണിംഗ് മോഡൽസിനെ ബിൽഡ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. അതായത് നമ്മളുടെ ന്യൂ ഡേറ്റാസിൽ അത് എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില്ലാതെ നമുക്ക് പറ്റില്ല. ഇതില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഒരു മോഡൽ ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ടു ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ, ഇത് രണ്ട് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, എങ്ങനെ എത്രത്തോളം നമുക്ക് നമ്മുടെ ഡേറ്റാസിനെ ജനറലൈസ് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് അണ്ടർ ഫിറ്റ്, ഓവർ ഫിറ്റ് പോലുള്ള സാധനങ്ങളെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ വെൻ ട്രെയിൻഡ് ഓൺ ഡിഫറെൻറ്റ് ഡേറ്റാ സെറ്റ്സുകളെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ ഇത് രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് പറ്റും. ഇൻ മെഷീൻ ലേണിംഗ് എവറി മോഡൽ ട്രൈസ് ടു മിനിമൈസ് പ്രഡിക്ഷൻ എറേഴ്സ്, അല്ലേ? എല്ലാ മെഷീൻ ലേണിംഗ് മോഡൽസും ട്രൈ ചെയ്യുന്നത് എന്താണ്, പ്രഡിക്ഷൻ എറേഴ്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദീസ് എറേഴ്സ് ക്യാൻ കം ഫ്രം ടു മേജർ ഫാക്ടേഴ്സ്. ഈ എറേഴ്സ് ഒക്കെ വരുന്നത് എവിടെ നിന്നാണ്, രണ്ട് ഫാക്ടേഴ്സ്, ബയാസ് ആൻഡ് വാരിയൻസ് എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സിൽ നിന്നാണ് ഇത്രയും എറേഴ്സ് വരുന്നത്. സോ വെച്ച് ടുഗെദർ ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് മോഡൽ പെർഫോമൻസ് അനാലിസിസ്. അപ്പം നമ്മുടെ മോഡലിൻ്റെ പെർഫോമൻസിനെ നമുക്ക് അനാലിസിസ് നടത്തണമെങ്കിൽ നമുക്ക് ഈ രണ്ട് വേരിയബിൾസിനെ വേണം, ബയാസ് ആൻഡ് വാരിയൻസ്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മോഡലിൻ്റെ കോംപ്ലക്സിറ്റി കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബയാസ് ഉണ്ട്, ടോട്ടൽ എറർ ഉണ്ട്, ഒപ്റ്റിമൽ മോഡൽ കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ വാരിയൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ മോഡലിൻ്റെ കോംപ്ലക്സിറ്റി കൂടും. ടോട്ടൽ എററും അതേപോലെ തന്നെ ബയാസും, ഇത് രണ്ടും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ബയാസ്? ബയാസ് ഈസ് ദ എറർ that occurs when a model is too simple to capture the true patterns in the data. അതായത് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോഡല് നമ്മുടെ ട്രൂ പാറ്റേൺസിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ടു സിമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ബയാസ് എന്നാണ് പറയുന്നത്. അത് കൊണ്ടുണ്ടാവുന്ന എറേഴ്സ്. ഓക്കെ, ഹൈ ബയാസ് ദ മോഡൽ ഓവർ സിംപ്ലിഫൈസ് ചെയ്യും. അതുപോലെ തന്നെ ലോ ബയാസ് ആണെങ്കിൽ ആ മോഡൽ ക്യാപ്ചേഴ്സ് പാറ്റേൺസ് വെൽ ആൻഡ് ക്ലോസർ ടു ദ ട്രൂ വാല്യൂസ്, അത് ചെയ്യും. അപ്പോൾ ബയാസ് രണ്ട് ബയാസ് ഉള്ളത്, ഹൈ ബയാസ് ഉണ്ട്, ലോ ബയാസ് ഉണ്ട്. ഹൈ ബയാസ് ആണെങ്കിൽ മോഡൽ ഓവർ സിംപ്ലിഫൈസ് ആയിരിക്കും, ലോ ബയാസ് ആണെന്നുണ്ടെങ്കിൽ പാറ്റേൺസ് ആയിട്ടൊക്കെ വെല്ലായിട്ട് ക്യാപ്ചർ ചെയ്യും, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ കഴിയും. അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ബയാസിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുക? യൂസ് മോർ കോംപ്ലക്സ് മോഡൽസ് യൂസ് ചെയ്യുക, റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ആഡ് ചെയ്യുക, അഡ്ജസ്റ്റ് റെഗുലറൈസേഷൻ്റെ സ്ട്രെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബയാസിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇനി വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാരിയൻസ് ഈസ് ഹൗ മച്ച് എ മോഡൽസ് പ്രഡിക്ഷൻസ് ചേഞ്ച് വെൻ ഇറ്റ്സ് ട്രെയിൻഡ് ഓൺ ഡിഫറെൻറ്റ് ഡേറ്റ. അപ്പോൾ എങ്ങനെയാണ് ഒരു മോഡലിൻ്റെ പ്രഡിക്ഷൻസ് ചേഞ്ച് ആവുന്നത്? എപ്പോൾ നമ്മളൊരു ഡിഫറെൻറ്റ് ഡേറ്റാസിൽ നമ്മളതിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഡിക്ഷൻസ് എങ്ങനെ ചേഞ്ച് ആവണം, എത്രത്തോളം ചേഞ്ച് ആവണം എന്നുള്ളതാണ് വാരിയൻസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈ വാരിയൻസ് ഉണ്ട്, ലോ വാരിയൻസ് ഉണ്ട്. അപ്പോൾ ഹൈ വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, സ്മോൾ ചേഞ്ചസിൻ്റെ പോലും സെൻസിറ്റീവ് ആയിരിക്കും. ലോ വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകൂടി മോർ സ്റ്റേബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഡീപ്പ് ലേണിംഗ് അങ്ങനത്തെ തരത്തിലുള്ള മോഡൽസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്.
ഓക്കെ, എങ്ങനെയാണ് വാരിയൻസ് റെഡ്യൂസ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം മോഡലിനെ, അതേപോലെ ട്രെയിനിങ് ഡേറ്റ ഇൻക്രീസ് ചെയ്യാം, റെഗുലറൈസേഷൻസ് അപ്ലൈ ചെയ്യാം, പിന്നെ എൻസംബിൾ മെത്തേഡ്സ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാരിയൻസിനെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി എവിടെയൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ ബയാസ് ആൻഡ് വാരിയൻസിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നതെന്നാണ്. നമ്മളൊരു മോഡൽ സെലക്ഷൻ നടത്തുമ്പോൾ, ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് നടത്തുമ്പോൾ, മോഡൽ ഇവാലുവേഷൻ നടത്തുമ്പോൾ, എറർ അനാലിസിസിൽ, എൻസംപിൾ ലേണിങ്ങിൽ, ഇവിടെയൊക്കെ എന്തുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ബയാസ് ആൻഡ് വാരിയൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മോഡലിൻ്റെ ആക്യുറസി കൂട്ടാനും, എഫിഷ്യൻസി ട്രെയിനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും, ഇൻ്റർപ്രറ്റബിലിറ്റീനെ എൻഹാൻസ് ചെയ്യാനും, മോഡലിൻ്റെ കോംപ്ലക്സിറ്റിനെ ഗൈഡ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ ബയാസ് ആൻഡ് വേരിയൻസ് വേണം. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്താണ്? ഡിഫിക്കൾട്ടി ടു ക്വാണ്ടിഫൈ, പ്രിസൈസ്ലി അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് ഡിഫിക്കൾട്ടാണ്. അതേപോലെ തന്നെ ഡേറ്റ ഡിപ്പെൻഡൻ്റ് ആണ്, ഹൈലി ഡേറ്റ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ഇൻ ഡീപ്പ് ലേണിങ്ങിൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് ഇതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ. അതേപോലെ ട്രേഡ് ഓഫ് ചാലഞ്ച്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു വേരിയബിളാണ് സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഡീപ്പ് ലേണിംഗ് കോൺസെപ്റ്റ്സിൽ കാണുന്ന ഒരു സാധനമാണ് സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം ഇൻ മെഷീൻ ലേണിംഗ്, പെർട്ടിക്കുലർലി വെൻ ഡീലിംഗ് വിത്ത് ലാർജ് ഡേറ്റ സെറ്റ്സ്. ഇതെന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൈസേഷൻ അൽഗോരിതമാണ് മെഷീൻ ലേണിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത്. പർട്ടിക്കുലർലി വെൻ നമ്മളൊരു ലാർജ് ഡേറ്റ സെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് SGD നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വാരിയൻറ്റ് ഓഫ് ദി ട്രഡീഷണൽ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതം. നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതത്തിൻ്റെ ഒരു വാരിയൻ്റ് ആണ് ഇത് സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഓഫേഴ്സ് സെവറൽ അഡ്വാൻറ്റേജസ് ഇൻ ടേംസ് ഓഫ് എഫിഷ്യൻസി, സ്കെയിലബിലിറ്റി, മേക്കിംഗ് ഇറ്റ് ദ ഗോ ടു മെത്തേഡ് ഫോർ മെനി ഡീപ്പ് ലേണിംഗ് ടാസ്ക്. അപ്പം അതിൻ്റെ എഫിഷ്യൻസിയിൽ മാറ്റമുണ്ട്, സ്കെയിലബിലിറ്റിയിൽ മാറ്റമുണ്ട് ട്രഡീഷണലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, അത്തരത്തിലുള്ള ആ ഒരു അഡ്വാൻറ്റേജ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീപ്പ് ലേണിംഗ് ടാസ്കുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ ട്രഡീഷണൽ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിൽ ദ ഗ്രേഡിയൻസ് ആർ കമ്പ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദ എൻറ്റയർ ഡേറ്റ സെറ്റ് വിച്ച് ക്യാൻ ബി കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസീവ് ഫോർ ലാർജ് ഡേറ്റ സെറ്റ്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം, ഗ്രേഡിയൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ എൻറ്റയർ ഡാറ്റാ സെറ്റിനെ കൺസിഡർ ചെയ്തിട്ട് കൊണ്ടാണ്, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത് ഗ്രേഡിയൻസ്. അപ്പോൾ അത് മൊത്തത്തിൽ എക്സ്പെൻസീവാണ്. അതേപോലെ തന്നെ ലാർജ് ഡേറ്റ സെറ്റ്സ് ആകുമ്പോൾ അത് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിൽ ദ ഗ്രേഡിയൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് ട്രെയിനിങ് എക്സാമ്പിൾ. ഓരോ ട്രെയിനിങ് എക്സാമ്പിളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അൽഗോരിതത്തിൽ ചെയ്യുന്നത്. അപ്പോൾ കുറേ സ്മോൾ സബ്സെറ്റ് ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾസ് ആണ്, ഒന്നില്ലെങ്കിൽ ട്രെയിനിങ് എക്സാമ്പിൾസിൻ്റെ സബ്സെറ്റിന്, അല്ലെങ്കിൽ ഓരോ ട്രെയിനിങ് എക്സാമ്പിളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. റാദർ ദാൻ എൻറ്റയർ ഡാറ്റാ സെറ്റ്. എൻറ്റയർ ഡാറ്റാ സെറ്റിന് കാണുന്നതിന് പകരം അതിന് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേഡിയൻറ്റ് കാണുന്നുണ്ട്. സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്ടോ, ഓരോന്നിനും ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഒന്ന്, മൊത്തത്തിൽ ഒരെണ്ണം. അപ്ലിക്കേഷൻസ് ഓഫ് SGD, ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് ഡീപ്പ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്, അവിടെയൊക്കെയാണ് SGDയുടെ അപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് SGD എന്ന് പറയുമ്പോഴോ അത് വളരെ എഫിഷ്യൻ്റ് ആണ്, മെമ്മറി എഫിഷ്യൻസിയും കൂടുതലാണ്. അതേപോലെ തന്നെ എസ്കേപ്പിംഗ് ലോക്കൽ മിനിമ പോലുള്ള പ്രോബ്ലംസ് എന്നൊക്കെ എസ്കേപ്പിംഗ് ചെയ്യാനായിട്ട് നമുക്ക് SGD അതിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ലേണിങ്ങിലൊക്കെ SGDs നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ SGDs യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? നോയ്സി കൺവേർജൻസ്, അതേപോലെ തന്നെ ലേണിംഗ് റേറ്റ് ട്യൂണിങ്, ലോങ് ട്രെയിനിങ് ടൈംസ്, ഒരുപാട് ട്രെയിനിങ് ടൈംസ് ഒക്കെ വേണ്ടി വരും. അത്രയുമാണ് SGDയുടെ നമുക്ക് ചലഞ്ചസ് ആയിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാ ടോപ്പിക്സും കവർ ചെയ്ത്, ഏകദേശം അല്ല, മൊത്തത്തിൽ എല്ലാ ടോപ്പിക്സും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.